Okay. Good evening. Welcome to LinkedIn workshop. My name is Jitto Jose. ഞാനൊരു 20 years ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിലുണ്ട്. അതുപോലെ തന്നെ എനിക്കൊരു 20,000+ ഫോളോവേഴ്സ് ഉണ്ട് ലിങ്ക്ഡിനിൽ. ഞാൻ അതുപോലെ ലണ്ടനിലൊക്കെ MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചത്. ജെറ്റ്വേസിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ ആയിരുന്നു. അതുപോലെ ലിങ്ക്ഡിൻ കോച്ചാണ്, വർക്ക്ഷോപ്പ് ട്രെയിനറാണ്. മോർ ദാൻ 5,000 പ്രൊഫഷണൽസിനെ ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ റെസ്യൂമൊക്കെ റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഒക്കെ നോട്ട് ചെയ്യുക. നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദ വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ ഡ്യൂറിങ് ദ വർക്ക്ഷോപ്പിൽ തന്നെ നമുക്ക് പല ഡൗട്ടുകളും നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു നിർബന്ധമില്ല. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ലിങ്ക്ഡിനിൽ കണക്ട് ചെയ്തിടുക. കാരണം എന്നെ ഇപ്പൊ കണക്ട് ചെയ്യുന്നവരെ മാത്രമായിരിക്കും ഞാൻ അക്സെപ്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ്, കാരണം എനിക്ക് ഒരുപാട് പേര് എന്നെ കണക്ട് ചെയ്ത് ഒരുപാട് കിടക്കുന്നതാണ്. ഞാനത് അക്സെപ്റ്റ് ചെയ്യാത്തതാണ്. ഇപ്പൊ നമ്മുടെ വർക്ക്ഷോപ്പിലുള്ളവരെ മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ എന്നെ ഫോളോ അല്ല ചെയ്യേണ്ട, കണക്ട് ചെയ്തിടുക. അതിൽ കണക്ഷൻ എന്നുള്ള ഇതുണ്ട്. ഇപ്പൊ റിക്വസ്റ്റ് നടത്തുന്നവരെ ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം. കാരണം എനിക്ക് ഒരു ദിവസം 100-100ഓളം കണക്ഷൻ റിക്വസ്റ്റ് വരുന്നതാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യാത്ത. അപ്പൊ ഇപ്പൊ നിങ്ങൾ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്തതുകൊണ്ട് ഞാൻ നിങ്ങൾ ആരൊക്കെയാണോ ഇപ്പൊ റിക്വസ്റ്റ് അയക്കുന്നത് അവരെ മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം. ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അക്സെപ്റ്റ്, ടൈം നോക്കിയിട്ടായിരിക്കും ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈല് ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്നെ ഫോളോ അല്ല ചെയ്യേണ്ട, കണക്ഷൻ റിക്വസ്റ്റ് അയക്കുക. കണക്ഷൻ റിക്വസ്റ്റ് ഒക്കെ അയച്ചാലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജുകൾ അയക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്താനൊക്കെ പറ്റുള്ളൂ. കണക്ഷൻ റിക്വസ്റ്റ് അയച്ചാലാണ് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ കണക്ഷൻ റിക്വസ്റ്റ് അയച്ചോർ ജസ്റ്റ് ഡൺ എന്ന് അടിക്കുക. ഓക്കെ, 2 days ബാക്കിൽ നിതീഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്തോളാം കേട്ടോ. കണക്ഷൻ റിക്വസ്റ്റ് അയച്ചവർ ഡൺ എന്ന് അടിക്കുക. അപ്പൊ ഞാൻ അങ്ങനെയുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനാണ് കേട്ടോ. നിങ്ങൾ മാക്സിമം നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നത് നല്ലതാണ്. എത്രയോ നെറ്റ്വർക്ക് നിങ്ങൾ ബിൽഡ് ചെയ്യണോ അത്രയ്ക്കും നിങ്ങൾക്ക് അത് ഗുണം ചെയ്യും. അതാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ഒരു ബേസിക്കലി ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്ക് ആണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് എല്ലാവരും നിങ്ങളുടെ ലിങ്ക്ഡിൻ അക്കൗണ്ട് എടുത്തിട്ട് ഞാൻ എൻ്റെ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണക്ഷൻ റിക്വസ്റ്റ് അയക്കുക കേട്ടോ. ഇപ്പൊ ചിലവർ ലോഗിൻ ചെയ്തവരുണ്ട്, അവരൊക്കെ എന്നെ കണക്ട് ചെയ്തിടാം. കണക്ഷൻ എങ്ങനെയാണ് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. നിങ്ങൾ എൻ്റെ പ്രൊഫൈൽ എടുത്തിട്ട് മോർമ ക്ലിക്ക് ചെയ്യുക. മോറിൽ കണക്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. മോറിൽ ക്ലിക്ക് ചെയ്യുക, മോറിൽ കണക്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ സുഭദ്ര, നിങ്ങൾ എസ്റ്റർഡേ അയച്ചിട്ടുണ്ടെങ്കിൽ അബ്സല്യൂട്ട്ലി ഫൈൻ. ചിലവർക്ക് എങ്ങനെയാണ് കണക്ഷൻ ചെയ്യണമെന്ന് പോലും അറിയില്ല. അതൊക്കെ പഠിപ്പിക്കാനാണ് നമ്മൾ ഈ സെഷൻ തന്നെ കേട്ടോ. പറയാത്തവർ പേടിക്കേണ്ട. അതുകൊണ്ട് പറഞ്ഞ കണക്ഷൻ ഈസ് വേറെ, ഫോളോ ഈസ് വേറെ കേട്ടോ. അപ്പൊ എൻ്റെ ഒരു പ്രൊഫൈൽ എടുത്താലും ഏറ്റവും ഹെഡറിൽ കാണാം മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ആ മോറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണക്ട് എന്ന് പറഞ്ഞാൽ കാണാം. അങ്ങനെയാണ് നിങ്ങൾ കണക്ഷൻ റിക്വസ്റ്റ് അയക്കുന്നത്. ഓക്കെ, ചിലവർ ഇപ്പൊ ലോഗിൻ ചെയ്തവരുണ്ട്, അവർക്ക് ഞാൻ ഒന്നും കൂടി എൻ്റെ പ്രൊഫൈൽ അയച്ചിട്ടുണ്ട്. പ്രൊഫൈല് കണക്ഷൻ റിക്വസ്റ്റ് അയക്കുന്നവർ ഞാൻ ഇപ്പോഴത്തെ ക്ലാസ് വെബിനാർ കഴിയുമ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം കേട്ടോ. ഓക്കെ, നമുക്ക് ലിങ്ക്ഡിൻ്റെ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം ലിങ്ക്ഡിൻ 2002 ഫൗണ്ട് ചെയ്തതാണ്. റെയ്ഡ് ഹോഫ്മാൻ എന്ന് പറഞ്ഞ ആളാണ് അത് ഫൗണ്ട് ചെയ്ത്. ലേറ്റർ അത് മൈക്രോസോഫ്റ്റ് അതിനെ അക്വയർ ചെയ്തതാണ്. 1.15 ബില്യൺ മന്ത്ലി ആക്റ്റീവ് യൂസർ എന്ന് പറഞ്ഞത്. അതായത് 125 പ്രൊഫഷണൽസ്, 125 കോടി പ്രൊഫഷണൽസ് ഈ ലിങ്ക്ഡിനുള്ളതാണ്. Approximately 44% of LinkedIn users earn over 75,000 annually. $75,000 ആണ് annually, with an additional 26% earning between. അത്രമാത്രം ഹൈലി പ്രൊഫഷണൽസ് ആണ് ബേസിക്കലി ലിങ്ക്ഡിനിൽ. ലിങ്ക്ഡിൻ ഈസ് ദ പ്രൈമറി പ്ലാറ്റ്ഫോം ഫോർ B2B മാർക്കറ്റേഴ്സിനും നമുക്ക് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ അടുത്തതാണ് നമ്മുടെ എല്ലാവരും എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് വൈ എവറി ജോബ് സീക്കർ ആൻഡ് എംപ്ലോയർ നീഡ്സ് ലിങ്ക്ഡിൻ. ജോബ് സീക്കർക്കും ലിങ്ക്ഡിൻ വെരി ഇമ്പോർട്ടൻറ്റ് പ്ലാറ്റ്ഫോമാണ്, എംപ്ലോയർക്കും വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എംപ്ലോയറെയും ജോബ് സീക്കറെയും കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ നമ്പർ 1 പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ഇപ്പൊ ജോബ് സീക്കർ ആയാലും ശരി, എംപ്ലോയർ ആയാലും ശരി,
both will be active on LinkedIn. അതായത് 9000 ജോബ് ആപ്ലിക്കേഷൻസ് ആണ് എവറി മിനിറ്റിൽ സബ്മിറ്റ് ചെയ്യണേ. എന്നൊക്കെ അത്രമാത്രം ആൾക്കാർ ജോബ് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം അത്രമാത്രം വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് എന്ത് ഈ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ഓരോ മിനിറ്റിലും 9000 ജോബ് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യണേ. 12.9 മില്യൺ ഡെയിലി, മോർ ദാൻ ഒരു 12 മില്യൺ ആൾക്കാരാണ് ഇതിൽ ജോബ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ലിങ്ക്ഡിനിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വർക്ക്ഷോപ്പിന് മുന്നേ തന്നെ പറഞ്ഞതാണ്. ലിങ്ക്ഡിൻ അക്കൗണ്ട് എല്ലാവർക്കും മാൻഡേറ്ററി ആണ്. അതുപോലെ തന്നെ ഇതൊരു പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പാണ്. ഓരോ ഭാഗം നിങ്ങൾ ഇപ്പൊ തന്നെ ചെയ്യിപ്പിച്ചിട്ടായിരിക്കും നമ്മൾ ഈ സെഷൻ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ അറ്റ് ദ എൻഡ് ഓഫ് ദ വർക്ക്ഷോപ്പ് ആകുമ്പോഴേക്കും നിങ്ങൾ ഇതിലുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യം ചെയ്തിട്ടുണ്ടാവും. അറ്റ് ദ എൻഡിൽ നിങ്ങൾക്ക് അതിൻ്റെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഒരു 1 hour കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡ് നിങ്ങൾക്ക് വാട്സപ്പിൽ തരുന്നതായിരിക്കും. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 65 മില്യൺ യൂസറാണ് സെർച്ച് ജോബ് ചെയ്യുന്ന ലിങ്ക്ഡിൻ. എന്ന് ആലോചിച്ച് നോക്കുക, അത്രമാത്രം ആൾക്കാർ ലിങ്ക്ഡിൻ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് ഏറ്റവും പ്രധാനം. 95% ഓഫ് റിക്രൂട്ടേഴ്സ് റെഗുലർലി യൂസ് ലിങ്ക്ഡിൻ ടു ഫൈൻഡ് ആൻഡ് ഇവാലുവേറ്റ് കാൻഡിഡേറ്റ്. കണ്ടാണ്, അതായത് 100% റിക്രൂട്ടേഴ്സും ലിങ്ക്ഡിൻ ഉപയോഗിച്ചിട്ടാണ് എന്ത് കണ്ടെത്തുന്നത്, അവർ കാൻഡിഡേറ്റിനെ കണ്ടെത്തുന്നത്. ഇപ്പൊ നിങ്ങളൊരു ജോബ് സീക്കർ ആണോ, നിങ്ങൾക്ക് ലിങ്ക്ഡിൻ അക്കൗണ്ട് ഇല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ ലിങ്ക്ഡിൻ്റെ അക്കൗണ്ട് കൃത്യമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ലേ, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. ഹയറിംഗ് റേറ്റ് ട്രെൻഡ് നമുക്കറിയാം. ഇപ്പൊ നാഷണൽ ഹയറിംഗ് ഇൻ ദ US വാസ് 3.8% ഹയർ ഇൻ സെപ്റ്റംബർ. കാരണം ഓരോ മാസവും ഇതിന്റെ ഹയറിംഗ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നതാണ് ലിങ്ക്ഡിനിൽ. ഇനിയാണ് നമ്മൾ ഓരോ 25 തിങ്സ് ടു ഡു ഓൺ ലിങ്ക്ഡിൻ ഫോർ ജോബ് സീക്കർ. നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന 25 കാര്യമുണ്ട്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓരോ ഭാഗങ്ങളും നമ്മൾ ഓരോ ആക്ടിവിറ്റിയും ചെയ്യാൻ പോവാണ്. ചിലവർ ചെയ്തിട്ടുണ്ടാവാം, ചെയ്തിട്ടുള്ളവർ അതിൽ ഡൺ എന്ന് അടിക്കുക. ചെയ്യാത്തവർ ഞാനൊരു എല്ലാ ആക്ടിവിറ്റിക്കും ഓരോ മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ സമയം തരാം. ആ സമയത്ത് നിങ്ങൾ ചെയ്തോളൂ, അല്ലെങ്കിൽ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്തു വെക്കുക. ഈ വർക്ക്ഷോപ്പ് കഴിയുമ്പോൾ നിങ്ങൾ അതൊക്കെ ചെയ്യുക. കൃത്യമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ജോബ് കിട്ടാനും മറ്റുള്ളവർ നോക്കുമൊക്കെ നിങ്ങളുടെ പ്രൊഫൈല് ഇംപ്രസ് ആവാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിലെ ഫസ്റ്റ് ടോപ്പ് 25 തിങ്സ് ആണ്. അതിലെ ഫസ്റ്റ് ആണ് പ്രൊഫൈൽ ഫോട്ടോ. എല്ലാവർക്കും ഒരു പ്രൊഫൈൽ ഫോട്ടോ വേണം. ഒരുപാട് പേര് സെൽഫി എടുക്കാറുണ്ട്. അതുപോലെ ഒരുപാട് പേര് ലോങ് ഷോട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കും. ഫേസ് ഒന്നും ക്ലിയർ ആവില്ല. ഇതൊക്കെ ഒരാൾ റിക്രൂട്ടർക്ക് നിങ്ങളുടെ ഇംപ്രഷൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പ്രൊഫൈൽ ഫോട്ടോ അതായത് വളരെ ക്ലിയർ ആയിട്ട് വേണം. പ്രൊഫൈൽ ഫോട്ടോ, പ്രൊഫഷണൽ ഫോട്ടോ നല്ല രീതിയിലുള്ളവർ ഡൺ അടിക്കുക. തംസപ്പ് അടിച്ചാൽ മതി. നല്ല രീതിയിലുള്ളവർ തംസപ്പ് അടിക്കാം. പ്രൊഫഷണൽ ഫോട്ടോ നല്ല രീതിയിൽ ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ആ പ്രൊഫഷണൽ ഫോട്ടോ മാറ്റാം. ഇപ്പൊ എൻ്റെ ലിങ്ക്ഡിൻ എടുത്താൽ നിങ്ങൾ കാണാം, ഇതാണ് എൻ്റെ പേജ്. കണ്ടോ, ദിസ് ഈസ് മൈ പേജ്. നല്ല പേജ് ഒക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് ആൾക്കാരെ അട്രാക്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ എന്തോ ചെയ്തിരിക്കുന്നത്, എൻ്റെ പ്രൊഫഷണൽ ഫോട്ടോ ഒക്കെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളായാലും അതുപോലെ പ്രൊഫഷണൽ ഫോട്ടോ സെറ്റ് ചെയ്യുക നല്ല രീതിയിൽ. കണ്ടോ, അപ്പോൾ പ്രൊഫൈൽ എടുത്തു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഒരുപാട് പേര് കണക്ഷൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, അവരൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം കേട്ടോ. അത് നല്ല രീതിയിൽ പ്രൊഫഷണൽ ഫോട്ടോ ഉള്ളവർ തംസപ്പ് അടിക്കുക, ഇല്ലാത്തവർ പെട്ടെന്ന് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞവരുണ്ടെങ്കിൽ അപ്പം തന്നെ ഡൺ അടിച്ചോളൂ. അപ്പൊ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ചെയ്ത് കഴിഞ്ഞവർ ഡൺ അടിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഫുള്ളി ലൈവ് ഇന്ററാക്റ്റീവ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇല്ലാത്തവര് നിങ്ങൾ നല്ലൊരു പ്രൊഫഷണൽ ഫോട്ടോ വേണം ഇടാൻ. നല്ല പ്രൊഫഷണൽ ഫോട്ടോ നിങ്ങൾ എടുത്തിട്ട്, അല്ലാണ്ട് ലോങ് ഷോട്ടിലോ അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ ആയിരിക്കരുത്. ഫേസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആവണം കേട്ടോ. ഇതാണ് അതിൽ ഏറ്റവും പ്രധാനം. കാരണം ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ ഇപ്പൊ ഞാനായാലും ഒരുപാട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. ഞാൻ ആദ്യം തന്നെ ഫോട്ടോ ആണ് നോക്കണേ. അതാണ് ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ്. അപ്പൊ നിങ്ങൾ നല്ല ക്ലാരിറ്റി ഉള്ള ക്ലിയർ ഉള്ള ഫോട്ടോ വേണം വെക്കാൻ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗമാണ് ബാക്ക്ഗ്രൗണ്ട് ബാനർ.
ബാക്ക്ഗ്രൗണ്ട് ബാനർ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ ഇവിടെ കാണിച്ചു തന്നായിരുന്നു. നമുക്ക് ഇതാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ബാനർ. ഈ ബാക്ക്ഗ്രൗണ്ട് ബാനർ ഇതാണ് ബാക്ക്ഗ്രൗണ്ട് ബാനർ. ഇത് ഞാൻ ഒരു പ്രൊഫഷണൽ ഡിസൈനറെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. നമ്മുടെ കാര്യം കണ്ടപ്പോൾ ഇവിടെ നമ്മുടെ ഫോട്ടോ ഉണ്ട്, ഇവിടെ നമ്മുടെ പേരുണ്ട്, ഡെസിഗ്നേഷൻ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേരളത്തിലെ നമ്പർ 1 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്കിത് കാണാൻ പറ്റും. ഞാൻ ഇതിന്റെ CEO ആൻഡ് ഫൗണ്ടർ ആണ്. അല്ലെങ്കിൽ ഇത് ഒരു ഐഡിയ കിട്ടാണ് കവർ പേജിൽ നിന്ന്. അപ്പൊ എല്ലാവരും ഒട്ടുമിക്കവരും കവർ പേജ് ഞാൻ കണ്ടിട്ടില്ല. കവർ പേജ് ഇല്ലാത്തവർക്ക് ഞാനൊരു എളുപ്പത്തിനുള്ള ഒരു മാർഗം തരാം. നിങ്ങൾക്ക് ക്യാൻവയിൽ ചെന്നിട്ട് ഒരുപാട് കവർ പേജുകളുണ്ട്. ക്യാൻവ എടുക്കുക. ക്യാൻവ എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഈ ടൂളിൽ ചെന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? നിങ്ങൾ അവിടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ, ലിങ്ക്ഡിൻ കവർ പേജ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ആയിട്ടുള്ള കവർ പേജുകൾ കിട്ടും. ലിങ്ക്ഡിൻ കവർ പേജ് കണ്ടോ, ഒരുപാട് കവർ പേജുകൾ കിട്ടും. ഇതിന് നിങ്ങൾക്ക് ഇപ്പോൾ ഈ കവർ പേജ് ആണ് വേണമെങ്കിൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അതിന്മേൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അത് എന്ത് ചെയ്യുക? കസ്റ്റമൈസ് കൊടുക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ക്യാൻവ എടുക്കുക, എന്നിട്ട് ഇവിടെ ഇപ്പം നിങ്ങളുടെ പേരാണെങ്കിൽ ഇവിടെ എന്താക്കുക? നിങ്ങളുടെ പേര് കൊടുക്കുക. ഇതൊക്കെ എഡിറ്റബിൾ ആണ് കേട്ടോ. ഇപ്പൊ എൻ്റെ പേരിടണമെങ്കിൽ ഒരു സെക്കൻഡ്, എൻ്റെ പേരിടണമെങ്കിൽ ഞാനിവിടെ മാറ്റിയാൽ മതി കേട്ടോ. ജിറ്റോ ജോസ്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കുക ഡിജിറ്റൽ മാർക്കറ്റർ. അല്ലെങ്കിൽ ഇതിപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കുക? ഡിജിറ്റൽ മാർക്കറ്റർ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഇമെയിലോ ഫോൺ നമ്പർ കൊടുക്കണമെങ്കിൽ +91 953 907 845. അപ്പൊ ഇത് ഒരാൾക്ക് എടുക്കുമ്പോൾ തന്നെ ഇത് കവർ പേജിൽ ഇടാൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്നിട്ട് നിങ്ങൾ ഇത് എന്ത് ചെയ്യണം? ഇവിടെ ഷെയർമ ക്ലിക്ക് ചെയ്യുക. ഷെയർമ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഡൗൺലോഡ് കൊടുക്കുക. ഈ ഡൗൺലോഡ് കൊടുത്തിട്ട് പിന്നെ ഡൗൺലോഡ് കൊടുക്കുക കേട്ടോ. ഡൗൺലോഡ് കൊടുക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ലിങ്ക്ഡിൻ എടുക്കുക. ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് ഇവിടെ ഹെഡറിൽ ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ഹെഡറിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഈ കവർ പേജ് ഇടാൻ പറ്റും. അടിയിൽ കണ്ടോ ഇഷ്ടമുള്ള ഡിലീറ്റ്, ഇപ്പോഴുള്ള ഫോട്ടോ ഡിലീറ്റ് ചെയ്യുക. അണ്ട് ചേഞ്ച് ഫോട്ടോ എന്ന ഓപ്ഷൻ ഉണ്ട് കണ്ടോ. ഈ ഫോട്ടോ മാറ്റിയിട്ട് നമ്മൾ എന്താണോ ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്ത് ആ ഫോട്ടോ ഇവിടെ ഇട്ട് കൊടുത്താൽ നിങ്ങളുടെ കവർ പേജ് ഇപ്പം തന്നെ മാറുന്നതായിരിക്കും. കവർ പേജ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഐഡിയ കിട്ടാണ് നമ്മൾ എന്ത് തരത്തിലുള്ള ബിസിനസ്സാണ് ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ നല്ല രീതിയിൽ കവർ ഫോട്ടോ ഉള്ളവർ തംസപ്പ് അടിക്കുക. അത് ഞാനൊരു 2 മിനിറ്റ് തരാം. 2 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് ക്യാൻവയിൽ നിങ്ങൾ ഒരു കവർ പേജ് ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക. ഓൾറെഡി കവർ പേജ് ഉള്ളവർ തംസപ്പ് അടിക്കുക. ഓൾറെഡി കവർ പേജ് ഉള്ളവർ തംസപ്പ് അടിക്കുക. ഉള്ളവർ തംസപ്പ് അടിക്കുക. ഇല്ലാത്തവർ അതിൽ കവർ പേജ് ഉണ്ടാക്കുക. കവർ പേജ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രൊഫഷണൽസിൽ ഉണ്ടാക്കാം. എൻ്റെ ഐ ഡി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഐ ഡി നിങ്ങൾ കണക്ഷൻ റിക്വസ്റ്റ് കൊടുക്കുക. ഫോളോ ചെയ്യുന്ന കണക്ഷൻ അയച്ചാലാണ് നിങ്ങൾക്ക് എപ്പോഴും മെസ്സേജിങ് കാര്യങ്ങളൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം കേട്ടോ. ഇപ്പൊക്കെ അയക്കുന്നവരെ ഞാൻ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തോളാം. ക്ലിയർ? കവർ പേജ് വളരെ 1 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്യാൻവയിൽ നിന്ന് ചെയ്തിട്ടിടാം, അപ്ലോഡ് ചെയ്യാം. പുതിയ കവർ പേജ് ആരെങ്കിലും അപ്ലോഡ് ചെയ്തവരുണ്ടെങ്കിൽ തംസപ്പ് അടിക്കുക. നിങ്ങൾ ചിലവരുണ്ടാകും കവർ പേജ് അങ്ങോട്ട് കയറ്റി താഴേക്ക് ഇറക്കി ഒരു അൺപ്രൊഫഷണൽ വേയിൽ നിങ്ങൾ കവർ പേജ് ഇടാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ക്യാൻവയിൽ നിങ്ങൾക്ക് ടെംപ്ലേറ്റുകൾ അവൈലബിൾ ആണ്. ക്യാൻവയിൽ ഫ്രീ ടെംപ്ലേറ്റുകൾ അവൈലബിൾ ആണ്. ആ ടെംപ്ലേറ്റുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഒരാൾ ചെയ്തതുമ്പോൾ തംസപ്പ് അടിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. നിങ്ങളെ തന്നെ കവർ പേജ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇറ്റ് ലുക്സ് നൈസ് അല്ലെ. ഏതെങ്കിലും ഒരു റിക്രൂട്ടർ നിങ്ങളുടെ പേജ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ
റിക്രൂട്ടറിന് അറിയാം നിങ്ങളൊരു പ്രൊഫഷണലാണ്. ഇപ്പൊ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റെസ്യൂമിന്റെ ഒരു ഓൺലൈൻ വേർഷൻ ആണ്. ഒരു റെസ്യൂമിലുള്ള എവറിത്തിങ് ബെറ്റർ ദാൻ ആയിരിക്കണം നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ. വളരെ അപ്ഡേറ്റഡ് ആയിരിക്കണം. ക്ലിയർ? അടുത്ത പ്രധാനപ്പെട്ട ഭാഗമാണ് ഹെഡ്ലൈൻ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഇൻ ലിങ്ക്ഡിൻ പ്രൊഫൈലാണ് ഹെഡ്ലൈൻ. ആദ്യം ഫോട്ടോ നോക്കുന്നു. ലിങ്ക്ഡിൻ ഒരു റിക്രൂട്ടർ നോക്കുന്നത് ആദ്യം ഒരു ഫോട്ടോ ആയിരിക്കും, പിന്നെ ആദ്യം നോക്കുന്നത് ഹെഡ്ലൈൻ ആണ്. ഹെഡ്ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വന്നിരിക്കുന്ന ഈ ഭാഗത്തിനെയാണ് ഹെഡ്ലൈൻ എന്ന് പറയാ. സോറി, ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. കണ്ടോ? ഈ ഭാഗത്തിനാണ് ഹെഡ്ലൈൻ എന്ന് പറയാ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഒരു ഹെഡ്ലൈൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഒരു ചാറ്റിലിടാം, നിങ്ങളുടെ ആരെങ്കിലും 1-2 പേരിടാം, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ ഫ്രഷർ, നിങ്ങൾക്ക് നിങ്ങളെ പഠിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട സ്കില്ലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആരെങ്കിലും ചാറ്റിലിടാം. ഞാൻ എങ്ങനെയാണ് നല്ല ഹെഡ്ലൈൻ ഉണ്ടാക്കി തരുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പൊ അത് വച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നല്ല ഹെഡ്ലൈൻ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ വീണ്ടും പറയണം, ഹെഡ്ലൈൻ ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഇൻ ലിങ്ക്ഡിൻ പ്രൊഫൈൽ. ഓക്കെ, ഇപ്പൊ ആരെങ്കിലും പഠിച്ചിട്ട് നിങ്ങളുടെ ഇന്ന ക്വാളിഫിക്കേഷൻ എഴുതാം. നിങ്ങളിപ്പോൾ ഫ്രഷർ ആണെങ്കിൽ ഫ്രഷർ എന്ന് എഴുതാം. ഓപ്പൺ ടു വർക്ക് ആണെങ്കിൽ ഓപ്പൺ ടു എഴുതാം. എന്താണ് ബി എന്നല്ലേ? ബി എന്ന് ഉദ്ദേശിക്കുന്നത് ബാച്ചുലർ ഓഫ് എഞ്ചിനീയർ അല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. SQL, പൈത്തൺ, പവർ ബി ഐ, ഡേറ്റ അനലിസ്റ്റ്, BE കമ്പ്യൂട്ടർ സയൻസ്. നിങ്ങളുടെ ജോബ് എന്താണ്? ജോബിന്റെ പ്രൊഫൈലും കൂടി പറയണം. എന്താണ് നിങ്ങളുടെ ജോബ്? അല്ലെങ്കിൽ നിങ്ങൾ ഈ മേഖലയിലാണ് ജോബ് നോക്കുന്നത്? അനലിസ്റ്റ് ആണ് അല്ലെ? എന്ത് അനലിസ്റ്റ് ആണ്? ബിസിനസ് അനലിസ്റ്റ് ആണ്? ഡേറ്റ അനലിസ്റ്റ് ആണോ? ഡേറ്റ അനലിസ്റ്റ് ആണ് അല്ലെ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾക്ക് നല്ല ഒരു പ്രൊഫഷണൽ ഉണ്ടാക്കാന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, സുഭദ്രയുടെ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇവിടെ പോയിട്ട് ചാറ്റ് GPT എടുക്കുക. ഓക്കെ, എല്ലാവരും ചാറ്റ് GPT എടുക്കുക. 7 year എക്സ്പീരിയൻസ് സ്റ്റാഫ് നേഴ്സ്. ഓക്കെ, നിങ്ങൾ ഇവിടെ ചാറ്റ് GPT എടുക്കുക. ചാറ്റ് GPTയിൽ ഇപ്പൊ BE ഡേറ്റ അനലിസ്റ്റ്, 3 year എക്സ്പീരിയൻസ്, അതേപോലെ 3 year എക്സ്പീരിയൻസ്, SQL, പൈത്തൺ, എന്തൊക്കെയാണ് അറിയാമെന്ന് പറഞ്ഞാൽ SQL, പൈത്തൺ, പവർ BI, ഡേറ്റ അനലിസ്റ്റ് അല്ലെ? SQL, പൈത്തൺ, പവർ BI. ഓക്കെ, ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾ ഓപ്പൺ ടു വർക്ക് എന്നാണ് അല്ലെ? നിങ്ങൾ എന്ത് ചെയ്യണം? എന്നിട്ട് ടൈപ്പ് ചെയ്യുക, ഐ നീഡ് ഹെഡ്ലൈൻ ഫോർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്ന് കൊടുക്കുക. അപ്പൊ ചാറ്റ് GPT നിങ്ങൾക്ക് ഒരുപാട് നല്ല സജഷൻസ് തരും. ഈ പറയുന്ന ഹെഡ്ലൈൻ ആയിരിക്കും. അല്ലാണ്ട് നിങ്ങൾ വെറുതെ അൺപ്രൊഫഷണൽ വേയിൽ നിങ്ങൾ നിങ്ങളുടെ ഹെഡ്ലൈൻ ഇടരുത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. കണ്ടോ? ഇങ്ങനെ ഇടുമ്പോൾ തന്നെ കണ്ടോ, ഡേറ്റ അനലിസ്റ്റ്, BE ഗ്രാജുവേറ്റ്, 3+ year എക്സ്പീരിയൻസ്, സ്കിൽഡ് ഇൻ, ഓപ്പൺ ടു വർക്ക്. കണ്ടോ? ഇങ്ങനെ ഇടുമ്പോൾ തന്നെ, ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. എല്ലാ മെസ്സേജും ക്ലിയർ ആണ്, അതും പ്രൊഫഷണൽ ഇട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന സുഭദ്രയ്ക്ക് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്ന ഈ ഹെഡ്ലൈൻ ഇപ്പൊ തന്നെ അവിടെ പോയി എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും അവിടെ എടുക്കുക. അവിടെ എടുത്തിട്ട് ഇതാണ് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. കണ്ടോ? ഇവിടെ എഡിറ്റിന്റെ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്, അഡീഷണൽ നെയിം ഉണ്ട്. ഇവിടെ കണ്ട ഹെഡ്ലൈൻ കാണാം. ഇവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ആ ഹെഡ്ലൈൻ പേസ്റ്റ് ചെയ്യുക, സേവ് ചെയ്യുക. ഹെഡ്ലൈൻ പേസ്റ്റ് ചെയ്യുക, സേവ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു ഹെഡ്ലൈൻ വേണമെങ്കിൽ നിങ്ങൾ ഇടാം. ഇപ്പൊ ഒരാൾ എഴുതിയിട്ടുണ്ട് 7 year എക്സ്പീരിയൻസ് ഇൻ സ്റ്റാഫ് നേഴ്സ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ UK-യിലാണ് നിങ്ങൾക്ക് ജോബ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ അവിടെ മെൻഷൻ ചെയ്യാം ആ ഹെഡ്ലൈൻ കേട്ടോ. അപ്പൊ അതൊക്കെ ചാറ്റ് GPT വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ,
അങ്ങനെ ഇപ്പൊ തന്നെ ചാറ്റ് GPT വെച്ച് നിങ്ങൾ ഹെഡ്ലൈൻ ഉണ്ടാക്കിയവർ തംസപ്പ് അടിക്കുക. ഇനി ആർക്കെങ്കിലും ഇതുപോലത്തെ ഹെഡ്ലൈൻ വേണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഒരാൾ തന്നില്ലേ, അതേപോലെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ സ്കിൽ ഇതൊക്കെ കാണിക്കാം. BCom MCom അക്കൗണ്ടന്റ്, വെരി ഗുഡ്. നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ആ വർഷത്തെ ഇതൊക്കെ കൂടി 5 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? അപ്പൊ 5 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾ ജോബ് നോക്കുന്നുണ്ടോ? അതിന് അക്കൗണ്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ടൂളുകൾ അറിയാം? എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് GST ഫയലിംഗ് അറിയോ, ടാലി അറിയോ, അതുപോലെ തന്നെ TDS, നിങ്ങൾക്ക് അതിൽ പ്രധാനപ്പെട്ട സ്കില്ലുകൾ എന്താ, അതും കൂടി നിങ്ങൾ മെൻഷൻ ചെയ്യാം. കാരണം നിങ്ങൾ കുറച്ചൊരു എഫർട്ട് ഇട്ടിട്ട് വേണം ഇത് സെറ്റാക്കാൻ. കാരണം ഇത് ലോകം മുഴുവനുള്ള റിക്രൂട്ടേഴ്സ് കാണുന്നതാണ്. ഓടിച്ചാടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈല് ഒപ്റ്റിമൈസ്ഡ് ആവില്ല. അതുകൊണ്ടാണ് എല്ലാവരും വളരെ പ്രധാനപ്പെട്ടതാണ് ഹെഡ്ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഒരാൾ അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിൽ തന്നെ എന്തൊക്കെ അറിയാം അതും കൂടി അവിടെ കാണിക്കുക. അപ്പൊ റിക്രൂട്ടർ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസിന്റെ ഇന്ന കാര്യങ്ങളാണ്. അപ്പൊ അവര് എന്നാലാണ് അവർ താഴെയുള്ളതും പ്രൊഫൈലിന്റെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുള്ളൂ. ഓക്കെ, ഇതിപ്പോ ഒരാൾ എഴുതിയിട്ടുണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ സൂപ്പർവൈസർ, MEP ഡിസൈൻ, ഓട്ടോകാഡ് സ്പെഷ്യലിസ്റ്റ്, സൂപ്പർവൈസർ റോൾ ഇൻ GCC. നിങ്ങളിപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ടോ? എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? എത്ര വർഷത്തെ PMP ആസ്പിരന്റ് സീക്കിംഗ് പ്രൊജക്ട്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? 8 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? അപ്പൊ അതെല്ലാം കൂടി നിങ്ങൾ ആസ്പിരന്റ് സീക്കിംഗ് പ്രൊജക്ട് സൂപ്പർവൈസർ റോൾ ഇൻ GCC അല്ലേ? വെരി ഗുഡ്. നിങ്ങൾക്ക് അതൊന്നുമില്ല, നിങ്ങൾ തന്നെ ചാറ്റ് GPT കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾ ചാറ്റ് GPT കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല 8 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങളുടെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ ഐ നീഡ് ഹെഡ്ലൈൻ ഫോർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ. ആരാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, ഞാൻ ഡിസേബിൾ ചെയ്തിട്ട് ഡിസേബിൾ അനോട്ടേഷൻ ഫോർ അതേഴ്സ്. ഓക്കെ, അത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ GST കണ്ടോ, അങ്ങനെ കിട്ടു കഴിയുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ ഞാൻ പവർ BI എക്സെട്ര. അപ്പൊ ഞാൻ നിങ്ങളുടെ ഇപ്പൊ തരാം കണ്ടോ, സബ്സ്റ്റേഷൻ സൂപ്പർവൈസർ 8+ ഇയർ MEP ഡിസൈൻ സീക്കിംഗ് പ്രൊജക്ട്. കണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആന്ന് നോക്കി. ഇപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ ഹെഡ്ലൈൻ മാറുമ്പോൾ തന്നെ അവിടെ ഭയങ്കര വ്യത്യാസം വരും. ഇങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ഹെഡ്ലൈൻ മാറുമ്പോൾ തന്നെ അവിടെ വ്യത്യാസം വരും. ഇതേപോലെ വേണം നിങ്ങൾ അവിടെ ഹെഡ്ലൈൻ ഇടാൻ. ആ സബ്സ്റ്റേഷൻ സൂപ്പർവൈസർക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അതേപോലെ BCom MCom അക്കൗണ്ടന്റ് ഉണ്ട് അല്ലെ? BCom MCom അക്കൗണ്ടന്റ് ഉണ്ട്. അതേപോലെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? BCom 5 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെ? നിങ്ങൾ അതിലെ ചാറ്റ് GPT കൊടുത്താൽ മതി. ഇതുപോലെ ചാറ്റ് GPT കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടും കേട്ടോ. BCom MCom 5 ഇയർ എക്സ്പീരിയൻസ്. നിങ്ങൾ ഓപ്പൺ ടു വർക്ക് ആണോ? 5 ഇയർ എക്സ്പീരിയൻസ്, പിന്നെ ഓപ്പൺ ടു വർക്ക്. ഓക്കെ, ഐ നീഡ് ഹെഡ്ലൈൻ ഫോർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ. കണ്ടപ്പോൾ അടുത്ത ആൾക്കും ആ പ്രൊഫൈൽ കൃത്യമായിട്ട് കിട്ടും. കണ്ട, GST കൺസൾട്ടന്റ്, ടാലി, എക്സൽ, പവർ BI, BCom MCom ആൻഡ് 5 ഇയർ എക്സ്പീരിയൻസ്, ഓപ്പൺ ടു വർക്ക്. കണ്ട, ഇതിനൊരു പ്രൊഫഷണൽ ഫീലിംഗ് ഉണ്ട്. ഇപ്പൊ എടുത്തു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിനൊരു പ്രൊഫഷണൽ ഫീലിംഗ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഇടുക. അപ്പൊ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഒരു എടുത്തു നോക്കുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾ ഒരു പ്രൊഫഷണൽ ആണ്. ക്ലിയർ ആയോ? അപ്പൊ ആരൊക്കെയാണ് ഇപ്പൊ തന്നെ ഇത് വെച്ചിട്ട് നിങ്ങൾ ആരൊക്കെയാണ് ഹെഡ്ലൈൻ മാറ്റിയവർ, പുതിയ ഹെഡ്ലൈൻ മാറ്റിയവർ എല്ലാവരും തംസപ്പ് അടിക്കുക. ഡൺ എന്ന് അടിച്ചാലും മതി, തംസപ്പ് അടിക്കുക. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത പ്രധാനപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ കുഴപ്പമില്ല, ഇതിന്റെ റെക്കോർഡൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓരോന്നിനും സമയം എടുത്തിട്ട് ക്ലാസ് കഴിഞ്ഞിട്ടായാലും നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാം കേട്ടോ. ഡോണ്ട് വറി, അബ്സല്യൂട്ട്ലി ഡോണ്ട് വറി കേട്ടോ. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ടതാണ് കസ്റ്റം URL.
കസ്റ്റം URL എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല ഒരു പെട്ടെന്ന് ആൾക്കാർക്ക് റിമൈൻഡ് ചെയ്യാവുന്ന റിമെമ്പർ ചെയ്യാവുന്ന ഒരു URL നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. ഒരുപാട് പേര് എല്ലാവരും തമസപ്പടിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഞാൻ അതാണ് പറഞ്ഞ ഇറ്റ്സ് എ പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞതിന്റെ കാരണം അത് തന്നെയാണ് കേട്ടോ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ എടുക്കുക. ഇവിടെ കണ്ട പബ്ലിക് പ്രൊഫൈൽ ആൻഡ് URL ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള URL കൊടുക്കാം. കണ്ടോ? ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്നുണ്ട് linkedin.com/injito-jos എന്നുള്ള പബ്ലിക് പ്രൊഫൈലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? നിങ്ങൾക്കായാലും ഇതേപോലത്തെ പബ്ലിക് പ്രൊഫൈൽ URL നിങ്ങളുടെ പേര് ഹൈഫൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും എടുക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അത് സെറ്റ് ചെയ്ത് വെക്കാം. അതാണ് കസ്റ്റം URL എന്ന് പറയാം. കസ്റ്റം URL ചെയ്തവർ തമസപ്പടിക്കുക. കസ്റ്റം URL ചെയ്തവർ തമസപ്പടിക്കുക. കസ്റ്റം URL ചെയ്തവർ തമസപ്പടിക്കുക. ചിലവരൊക്കെ ഇപ്പൊ ലോഗിൻ ചെയ്തവരുണ്ട്. അതൊന്നും പേടിക്കണ്ട. നിങ്ങൾക്ക് അതിന് റെക്കോർഡ് കിട്ടും. വൺസ് മോർ എക്സ്പ്ലെയിൻ. ഓക്കെ, നിങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ലിങ്ക്ഡിൻ എടുത്തിട്ട് നമ്മുടെ പ്രൊഫൈൽ എടുക്കണം. എങ്ങനെയാണ്? നമ്മുടെ ഫോട്ടോമ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ? ലിങ്ക്ഡിനിൽ ലോഗിൻ ചെയ്തിട്ട് പ്രൊഫൈല് ഈ ഫോട്ടോമ ക്ലിക്ക് ചെയ്യുക. കണ്ടോ? ഫോട്ടോമ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ പ്രൊഫൈലിന്റെ പേജ് വരുന്നത്. ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ റെസ്യൂം വരുന്നത്. അവിടെ റൈറ്റ് സൈഡിൽ കണ്ടോ പബ്ലിക് പ്രൊഫൈൽ ആൻഡ് URL എന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഡിഫോൾട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ഏതെങ്കിലും ഒരു അവിടെ ക്ലിക്ക് ചെയ്യുക. ഡിഫോൾട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് പെന്നുമ്മ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. കണ്ടോ? നിങ്ങളുടെ പേര് ഇതുപോലെ കൊടുക്കുക. ഇത്ര ഭാഗത്ത് മാത്രമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നിങ്ങളുടെ പേര് കൊടുക്കുക. പേര് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രൊഫൈൽ കിട്ടാണ്, URL കിട്ടണം. അതിന്റെ അർത്ഥം linkedin.com/jito-jos ഇങ്ങനെ ഒരു URL ആർക്കെങ്കിലും അയച്ചു കൊടുത്താലും they can view my profile. ക്ലിയർ ആയോ? അതേപോലെ തന്നെ URL ഇട്ടവർ അല്ലെങ്കിൽ പബ്ലിക് പ്രൊഫൈൽ ആൻഡ് URL സെറ്റ് ചെയ്തവർ തമസപ്പടിക്കുക. പബ്ലിക് പ്രൊഫൈൽ URL ഇട്ടവർ തമസപ്പടിക്കുക. പബ്ലിക് പ്രൊഫൈൽ ഇട്ടവർ തമസപ്പടിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വെരി ഗുഡ്. അജിലിന് മനസ്സിലായെന്ന് വിചാരിക്കണം. ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് അജിലിന് കിട്ടിയെന്ന് വിചാരിക്കണം. നമ്പർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കുറച്ച് ഒന്ന് അജിൽ ചെയ്തിട്ട് നമ്പർ വരുന്നത് ചിലപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന പേര് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് നമ്പർ വരുന്നത് കേട്ടോ. കൃത്യമായിട്ട് നിങ്ങളുടെ പേര് ചിലപ്പോൾ അപ്പൊ പേര് തന്നെ അങ്ങ് പോലത്തെ അവൈലബിൾ ആവണം എന്നില്ല കേട്ടോ. വേറെ എന്തെങ്കിലും പേരുകളോ അല്ലെങ്കിൽ വേറെ പേരിന്റെ കൂടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്താലാണ് കിട്ടുക. എക്സാക്ട്ലി. ക്യാൻ ഐ കോപ്പി ദാറ്റ് URL? നിങ്ങൾക്ക് ആ URL കോപ്പി ചെയ്യാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും അയക്കാം. അതുകൊണ്ടാണ് അതിനെ പബ്ലിക് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ആ URL ആർക്ക് കൊടുക്കുന്നോ ഹി ഓർ ഷീ ക്യാൻ വാച്ച് യുവർ പ്രൊഫൈൽ. നിങ്ങൾ ലിങ്ക്ഡിൻ ഇപ്പൊ ഞാൻ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ടില്ലേ, ചാറ്റിൽ ഇട്ടില്ലേ, ഞാൻ ആ പബ്ലിക് പ്രൊഫൈൽ ഇട്ട എന്റെ പബ്ലിക് പ്രൊഫൈലിന്റെ URL കണ്ടോ? അവിടെ ഇതാണ് എന്റെ പബ്ലിക് പ്രൊഫൈൽ. കണ്ടോ? ഇതെനിക്ക് കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം, ചാറ്റിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ചാറ്റിൽ ഇട്ട് കാണിച്ചു തരാം. ഞാൻ ചാറ്റിൽ ഇട്ടേക്കുന്നത് എന്റെ പബ്ലിക് പ്രൊഫൈലാണ്. ഞാൻ നിങ്ങൾക്ക് തന്നത് പബ്ലിക് പ്രൊഫൈലാണ്. ക്ലിയർ? വെരി ഗുഡ്. അടുത്ത പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് എബൌട്ട് അസ് ആണ്. എബൌട്ട് അസ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഒരുപാട് ആൾക്കാർ വലിയ ശ്രദ്ധ കൊടുക്കാണ്ട് അല്ലെങ്കിൽ വലിയ അറ്റൻഷൻ കൊടുക്കാണ്ട് അല്ലെങ്കിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് ഇടുന്ന ഒരു ഏരിയ ആണ്. ഒരു എബൌട്ട് സെഷൻ എന്ന് പറയുന്നത് റൈറ്റ് എ കമ്പല്ലിങ് സമ്മറി ആണ്. അവിടെ നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പൊ ഞാൻ ഒരു സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ അതിൽ ഒരുപാട് ബിഗ് പാരഗ്രാഫ് എഴുതരുത്. ബിഗ് പാരഗ്രാഫ് എഴുതാണ്ട് നിങ്ങൾ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു അബൌട്ട് സെമ്മറി ആയിരിക്കണം എഴുതേണ്ടത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ എൻ്റെ സമ്മറി എഴുതാം. ഞാനൊരു 20+ ഇയേഴ്സ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിലുണ്ട്, 20+ ഇയർ എക്സ്പീരിയൻസ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, അതുപോലെ തന്നെ ഐ ഡിഡ് മോർ ദാൻ 100+ projects. Okay, worked with big brands, worked with a big brand like Jet Airways, Indigo, okay, then NIDM, okay, like that. Okay, total ad spent 25 crore. Okay, then did MBA digital marketing from Denver. Okay, and speaker at so many digital marketing conferences. കൃത്യമായിട്ട് എഴുതണം. കോൺഫറൻസസ്, ലിങ്ക്ഡിൻ കോച്ച്, ഓക്കെ, അതേപോലെ തന്നെ എക്സ്പേർട്ട് ഇൻ HTML, വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, SEO, okay, CRM, അതേപോലെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്, അതുപോലെ തന്നെ മൊബൈൽ ആപ്പ് മാർക്കറ്റിംഗ്. ഓക്കെ, നിങ്ങൾ കുറെ എഴുതണം. എന്നിട്ട് എഴുതണം ഐ നീഡ് about a session for LinkedIn with one small para and few points. enter അടിക്കുക. ഇപ്പൊ വരും. നിങ്ങളായാലും ഇതേപോലെ നിങ്ങൾ കുറച്ച് ടൈം ഇരുന്നിട്ട് വേണം നിങ്ങളുടെ നാളത്തെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, അച്ചീവ്മെന്റ്സ്, ഇതൊക്കെ നിങ്ങളവിടെ കാണിക്കണം. കണ്ടോ, എനിക്ക് എൻ്റെ ഒരു അബൌട്ട് സെഷൻ കിട്ടി, കണ്ടോ, വിത്ത് 20 ഇയർ. കണ്ടത് എടുക്കുമ്പോൾ തന്നെ അവർക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെയാണ് എന്നെ കുറിച്ചിട്ടുള്ള നല്ലൊരു ക്ലാരിറ്റി കിട്ടാണ് അബൌട്ട് സെഷനിൽ. ഒരു അബൌട്ട് സെഷനിൽ നോക്കിക്കഴിഞ്ഞാൽ റിക്രൂട്ടർക്ക് എല്ലാ ഇൻഫോർമേഷനും കിട്ടുമെന്ന് പറയണം. ആ റിക്രൂട്ടർക്ക് ആളെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടും. നിങ്ങൾ സമയം എടുത്തിട്ട് ചെയ്യേണ്ടതാണ് അബൌട്ട് സെഷൻ. വളരെ സമയമെടുത്ത് നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് അറിയാം, നിങ്ങൾ എങ്ങനത്തെ പ്രൊജക്റ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അബൌട്ട് സെഷനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് നിങ്ങൾ സമാധാനത്തിൽ ഇരുന്ന് പയ്യെ എവിടെയെങ്കിലും ബുക്കിൽ എവിടെയെങ്കിലുമൊക്കെ നോട്ട് ചെയ്തിട്ട് അത് ChatGPT കൊടുത്താൽ മതി. ChatGPT would give you very nice about a session തരും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള അബൌട്ട് സെഷൻ തരും. യു ക്യാൻ കോപ്പി ആൻഡ് പേസ്റ്റ്. ഓക്കെ, എല്ലാവരും ഒരു മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഒരു അബൌട്ട് സെഷൻ ഉണ്ടാക്കാം. നോട്ട് ഓൺ ചെയ്താലും മതി. ഇപ്പൊ തന്നെ അത് ചെയ്യാൻ നോക്കാം. ഇപ്പൊ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പലരുടെയും പ്രൊഫൈൽ നോക്കി ആരുടെ നല്ലൊരു അബൌട്ട് സെഷൻ എല്ലാവരും ഇൻകംപ്ലീറ്റ് ആണ്. ഒരു റിക്രൂട്ടർക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നിങ്ങളൊരു പ്രൊഫഷണൽ അല്ല. ഓക്കെ, അതുകൊണ്ട് അബൌട്ട് സെഷൻ എന്ന് പറയുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെഷൻ ആണ്. പെട്ടെന്ന് ചെയ്യുക. കഴിയുന്നവർ തംസപ്പ് അടിക്കുക. കഴിയുന്നവർ തംസപ്പ് അടിക്കുക. വെരി ഗുഡ്. ഒരുപാട് പേര് നല്ല രീതിയിൽ പ്രൊഫൈല് നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പാണ്, തിയറി അല്ല. നിങ്ങൾക്ക് തിയറി കേട്ടിട്ട് ഇതിനെ കാര്യം, നിങ്ങളെ കൊണ്ട് ഓരോ ഭാഗം ചെയ്യിപ്പിച്ച് ഈ ക്ലാസ് വർക്ക്ഷോപ്പ് കഴിയുന്നതിനും ഇതിന് നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം.
ഓക്കെ, ആരെങ്കിലും ചെയ്തവർ തംസപ്പ് അടിക്കുക. ആരെങ്കിലും നല്ല രീതിയിൽ എബൌട്ട് സെഷൻ സെറ്റ് ചെയ്തവർ തംസപ്പ് അടിക്കുക. ഇനി നിങ്ങൾ ധൃതി പിടിക്കേണ്ട, ഇപ്പൊ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യുന്ന ഒരു 1 hour 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാൻ, നോട്ട് ഡൗൺ ചെയ്യാം. നിങ്ങൾ ഇതിനു മുന്നേ എന്തൊക്കെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ പാഷൻ എന്താണ്, എങ്ങനത്തെ ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കണം, എന്തൊക്കെ സ്കില്ലുകൾ അറിയാം. അതായത് നിങ്ങൾ ഹെഡ്ലൈനിന്റെ ഒരു കുറച്ചും കൂടി ലാർജർ വെർഷൻ ആണ് എന്ത്, ശരിക്കും എബൌട്ട് സെഷൻ എന്ന് പറയാം. എബൌട്ട് സെഷൻ അതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കിട്ടണം. ഓക്കെ, ഗുഡ്സ്. എല്ലാവരും അത് ട്രൈ ചെയ്യണമെന്ന് മനസ്സിലായി. ആർക്കും നല്ല രീതിയിലുള്ള എബൌട്ട് സെഷൻ ഇല്ലാന്നും മനസ്സിലായി. ഓക്കെ, ഇത് എബൌട്ട് സെഷൻ നിങ്ങൾക്ക് എവിടെയാണെന്ന് അറിയാലോ. കണ്ടോ, ഇവിടെയാണ് എബൌട്ട് സെഷൻ വരുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എൻ്റെ കുറെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള എഴുതിയിരിക്കുന്നത്. കേട്ടോ, ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് അത് ഇടാം. ക്ലിയർ? ആർക്കെങ്കിലും എബൌട്ട് സെഷൻ ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ ഉള്ളവരുള്ളവരൊന്ന് തംസപ്പ് അടിക്കാം. അതുപോലെ തന്നെ ഇപ്പൊ തന്നെ നല്ല രീതിയിൽ നിങ്ങൾ ആരെങ്കിലും എബൌട്ട് സെഷൻ അപ്ഡേറ്റ് ചെയ്തവർ തംസപ്പ് അടിക്കുക, അല്ലെങ്കിൽ ഡൺ അടിക്കുക. എബൌട്ട് സെഷൻ ഡൺ അടിക്കുക. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ടതാണ് കറന്റ് പൊസിഷൻ. ഇത് മിക്കവരും ചെയ്യാറില്ല. നിങ്ങൾ ഇപ്പൊ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, ഇപ്പൊ നിങ്ങൾ ആരും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അബ്സല്യൂട്ട്ലി ഫൈൻ. അതാണ് നിങ്ങളുടെ ഓപ്പൺ ടു വർക്ക് എന്നൊക്കെ കാണാം, അല്ലെങ്കിൽ പഠിച്ചു എന്നൊക്കെ കാണുമ്പോൾ അത് അറിയാൻ പറ്റും. വേറെ കറന്റ് പൊസിഷൻ എന്ന് പറയുന്നത് ലിസ്റ്റ് യുവർ കറന്റ് ജോബ് വിത്ത് എ ബീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് അച്ചീവ്മെന്റ്സ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നിങ്ങൾക്ക് വീണ്ടും എബൌട്ടിന്റെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആക്ടിവിറ്റി കാര്യങ്ങൾ കണ്ട്, ഇവിടെ എക്സ്പീരിയൻസ് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോ അങ്ങനെ ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്ലസ് അടിക്കുക, പ്ലസ് അടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ നിങ്ങളുടെ പൊസിഷൻസ് മാറ്റുക. കണ്ട, ആഡ് പൊസിഷൻസ് ഇടാം, ആഡ് കരിയർ ബ്രേക്ക് ഇടാം. കണ്ട, നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ പൊസിഷൻ, നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ടൈപ്പ് എന്താണ്, ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ, അത് അപ്ഡേറ്റ് ചെയ്യുക. കമ്പനി ഓർഗനൈസേഷൻ, ഏത് കമ്പനിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്തത്. കണ്ട, ഐ ആം കറന്റ്ലി വർക്കിംഗ് ഇൻ ദിസ് റോൾ ഉണ്ട്. അതിൻ്റെ അർത്ഥം ഇപ്പോഴും നിങ്ങൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ ആ കമ്പനിയിൽ വർക്ക് കുറച്ചാളെ ചെയ്തിട്ടുള്ളെങ്കിൽ അവിടെ ചെയ്യണ്ട. ഇതിപ്പോ ഐ ആം കറന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പൊസിഷനാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത് എത്ര കമ്പനി വേണം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഒരു കമ്പനി നിങ്ങൾ 5 മാസം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇത് വേണ്ട. അപ്പൊ അവിടെ നിങ്ങൾ കാണിച്ചാൽ മതി ഇന്ന ഡേറ്റ് തൊട്ട്. പണ്ടോ ഒരു മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾ 6 മാസം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കുക, പിന്നെ എൻഡ് ഡേറ്റ് കൊടുക്കുക, ഏത് ലൊക്കേഷനാണെന്ന് കൊടുക്കുക, ലൊക്കേഷൻ ടൈപ്പ് കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും മിസ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ആ കമ്പനിയിൽ വർക്ക് ചെയ്തതിന്റെ ഡിസ്ക്രിപ്ഷൻ എഴുതില്ല കൃത്യമായിട്ട്. എല്ലാവരും, ഞാൻ ഒരുപാട് പ്രൊഫൈലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തുകൂടെ ചെയ്യും, ആ ഡിസ്ക്രിപ്ഷൻ ചിലവർ ഇഗ്നോർ ചെയ്യും. നിങ്ങൾ ഒരു കമ്പനി നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നത് നിങ്ങളുടെ സ്കില്ല് നോക്കിയിട്ടാണ്, നിങ്ങൾ എന്ത് തരം വർക്കുകൾ ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയിട്ടാണ്. അത് നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടത് അതിന്റെ ഡിസ്ക്രിപ്ഷനിലാണ്. ഒരു കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്തു, ആ കമ്പനി നിങ്ങൾ പലതരത്തിലുള്ള ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ഇപ്പൊ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആണെന്ന് വിചാരിക്കാം. ചിലപ്പോൾ അവിടുത്തെ ആള് ചിലപ്പോൾ ഫേസ്ബുക്കിൽ ആഡ് ചെയ്യുന്നുണ്ടാവാം, അതേപോലെ ഗൂഗിൾ ആഡ് ചെയ്യുന്നുണ്ടാവാം, SEO ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടാവാം, പ്രസന്റേഷൻ കൊടുക്കുന്നുണ്ടാവാം, ചിലപ്പോൾ ക്ലയന്റുകളായിട്ട് സംസാരിക്കുന്നുണ്ടാവാം. സോ മെനി ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നുണ്ടാവാം. ഇത് നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കേണ്ടത്. കാരണം ഒരു റിക്രൂട്ടർ നോക്കുന്നത് ഏറ്റവും പ്രധാനം നിങ്ങളുടെ സ്കില്ലാണ് നോക്കുന്നത്. അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞുമ്പോൾ ആൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ സ്കില്ലിനെ കുറിച്ചിട്ടുള്ള ക്ലിയർ കട്ട് അറിയാൻ പറ്റും എന്തൊക്കെ സ്കില്ലാണ് ഉള്ളതെന്നുള്ളത്. അപ്പൊ നിങ്ങൾ പലതരത്തിലുള്ള കമ്പനികൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൽ കാണുമ്പോൾ തന്നെ അറിയാം. ഇനിയിപ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതേപോലെ ഇവിടെ ആഡ് ബ്രേക്ക് എന്നൊക്കെ ഉണ്ട്, ആഡ് കരിയർ ബ്രേക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും കരിയർ ബ്രേക്ക് ഉണ്ട്, എക്സ്പീരിയൻസ് ഔട്ട്സൈഡ് ലീനിയർ കരിയർ പാത്ത് ക്യാൻ മേക്ക് പീപ്പിൾ ബെറ്റർ കോളീഗ്സ് തോട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇവിടെ എന്തെങ്കിലും കരിയർ ട്രാൻസിഷൻ, കെയർ ഗിവിംഗ്, ഫുൾ ടൈം പാരന്റിങ്, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഗ്യാപ്പ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഗ്യാപ്പ് ഇയർ, ഇന്ന നാളെ നിങ്ങൾ വർക്ക് ചെയ്തില്ല, കണ്ട ഐ ആം കറന്റ്ലി ഓൺ ദിസ് കരിയർ ബ്രേക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണിക്കുക.
അപ്പൊ അറിയാൻ പറ്റും. ചിലവരുണ്ടാവണം, ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലവരുടെ പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും പല അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ 2025 ജനുവരി തൊട്ട് ഇപ്പൊ ജൂൺ വരെ ആള് വർക്ക് ചെയ്തിട്ടില്ല. നമുക്ക് കാണും പറയാൻ പറ്റും. കാരണം ലാസ്റ്റ് വർക്ക് ചെയ്ത് 2024 അത് കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പുതിയ കമ്പനി കയറിയിരിക്കുന്നത് ജൂലൈ തൊട്ടാണ് കയറിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കും അറിയാൻ പറ്റും 6 മാസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ആ ഗ്യാപ്പ് നിങ്ങൾ ക്ലിയർ കട്ട് മെൻഷൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് റിക്രൂട്ടർ ചോദിക്കേണ്ടി വരില്ല. റിക്രൂട്ടർക്ക് കാണും പറയാൻ പറ്റും നിങ്ങൾ ഇന്ന കാരണത്തിൽ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ അല്ലെങ്കിൽ മാരേജ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികളെ ക്യാരിങ് ആയിട്ട് ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് ഒരു ക്ലിയർ കട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ സ്കില്ല് പഠിക്കാൻ പോയതോ, ദർ ആർ സോ മെനി റീസൺസ്. നിങ്ങൾക്ക് ആ കരിയർ ഗ്യാപ്പ് വന്നത് എന്തുകൊണ്ടാണ്, അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യാം. മെൻഷൻ ചെയ്തവർ അങ്ങനെ നിങ്ങളുടെ കറന്റ് പൊസിഷൻ അല്ലെങ്കിൽ ഇതിന് മുന്നൊക്കെ എവിടേക്കാണ് വർക്ക് ചെയ്തിരിക്കുന്നത്, അങ്ങനെ ചെയ്തവർ തംസപ്പ് അടിക്കുക. അങ്ങനെ ചെയ്തവർ തംസപ്പ് അടിക്കുക. അങ്ങനെ ചെയ്തവർ തംസപ്പ് അടിക്കുക. 1-2 പേരൊക്കെ ഇപ്പൊ ലോഗിൻ ചെയ്തവരുണ്ട്. നിങ്ങളത് പേടിക്കേണ്ട. നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡ് കിട്ടും. റെക്കോർഡ് കിട്ടിക്കഴിഞ്ഞുമ്പോൾ നിങ്ങൾക്ക് ഇതിലുള്ള എല്ലാ സ്റ്റെപ്പുകളും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ. ഓക്കെ, ചെയ്തവർ തംസപ്പ് അടിക്കുക. അതാ ഞാൻ പറഞ്ഞ നിങ്ങളുടെ കയ്യിൽ റെസ്യൂം ഉണ്ടാവണം എന്ന് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. എന്നാലാണ് നിങ്ങൾക്ക് ഇതൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ പേടിക്കേണ്ട. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് സെഷൻ കഴിഞ്ഞിട്ടായാലും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താലും മതി. പക്ഷെ വളരെ പ്രൊഫഷണലി നിങ്ങൾ ഇതിനൊക്കെ കറക്റ്റ് ചെയ്യാം. ഓക്കെ, പാസ്റ്റ് എക്സ്പീരിയൻസ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രീവിയസ് റോളുകളും നിങ്ങൾ കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്യുക. ഇവിടെ തന്നെ ഇപ്പൊ ചെയ്തോടത്ത് തന്നെയാണ് ഒരു കമ്പനിയിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കണം നിങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂ എന്നത് കാണിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ഞാൻ ചെയ്തു വരുന്നതേ ഉള്ളൂ, നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. പയ്യെ നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ടായാലും ചെയ്യാം കേട്ടോ. കാരണം ചിലവർ ഒരുപാട് സമയം എടുക്കും. അപ്പൊ നമുക്ക് ഓരോ ഭാഗം തീരാൻ ഒരുപാട് നേരം എടുക്കും. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലായല്ലോ, എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായി, എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് ഈ സെഷൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ അത് അപ്ലൈ ചെയ്തോളൂ. നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡ് കിട്ടുകയും ചെയ്യും. അപ്പൊ നിങ്ങളുടേതായ കൺവീനിയന്റ് ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒരു ക്ലാരിറ്റി കിട്ടിയല്ലോ. കാരണം ഓരോ സ്റ്റെപ്പ് കംപ്ലീറ്റ് തീരാൻ നോക്കുന്നതിന് നമുക്ക് ഒരുപാട് ടൈം എടുത്താലും വർക്ക്ഷോപ്പ് തീരില്ല. ഓക്കെ, ആരെങ്കിലും ഇതിന്റെ പറയാം കറന്റ് പൊസിഷനോ അതേപോലെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ ആരെങ്കിലും ഇപ്പൊ ഈ വർക്ക്ഷോപ്പിൽ കയറിയതിനു ശേഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഡണ്ണെന്ന് അടിക്കുക. വർക്ക്ഷോപ്പിൽ കയറിയതിനു ശേഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഡണ്ണെന്ന് അടിക്കുക. വർക്ക്ഷോപ്പിൽ കയറിയതിനു ശേഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഡണ്ണെന്ന് അടിക്കുക. ആരെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തോളൂ കേട്ടോ. ആരെങ്കിലും ഇപ്പോഴത്തെ കറന്റ് പൊസിഷനിങ്ങിൽ നിങ്ങൾ ആഡ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. സ്കിൽ സെഷൻ. ആഡ് റെലവെന്റ് സ്കിൽസ് ബോത്ത് ടെക്നിക്കൽ ആൻഡ് സോഫ്റ്റ് സ്കിൽ. പിൻ ദ ടോപ്പ് 3 സ്കിൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ. എല്ലാം പ്രധാനപ്പെട്ടതാണ്. വെരി ഫ്രാങ്ക്ലി പറഞ്ഞ എവറിത്തിങ് ഈസ് റെലവെന്റ് ആണ്. അതായത് കൃത്യമായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ റിക്രൂട്ടേഴ്സ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ ഈ നിങ്ങൾ എന്തെങ്കിലും സ്കില്ലുകൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാവർക്കും സ്കില്ലുകൾ ഉണ്ടാവും. നിങ്ങളുടെ സ്കില്ലുകൾ നിങ്ങൾ എന്ത് ചെയ്യുക. ചിലവർ ഞാൻ കാണാറുണ്ട് ഒരു സ്കില്ല് കൊണ്ടുപോയിടുക, 2 സ്കില്ല് കൊണ്ടുപോയിടുക. കണ്ട, നിങ്ങൾ പ്രൊഫൈലിന്റെ അടിയിലേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ പറ്റും സ്കിൽസ്. ഞാനൊരു 40 സ്കിൽസോളം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പ്ലസ് അടിക്കുക. പ്ലസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ സ്കില്ലുകളാണോ ഉള്ളത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ട്രെയിനിങ് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വേണമെങ്കിൽ എനിക്ക് എഴുതാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ്ങിന്റെ സ്കില്ല് അതിൽ കാണിക്കുന്നില്ല കേട്ടോ.
എനിക്ക് വേണമെങ്കിൽ കൊടുക്കാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്നോവേഷൻ. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്നോവേഷൻ ഏത് കമ്പനിയിലാണ്, ഏത് കമ്പനി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ എഴുതാം ഫൗണ്ടർ. ഇവിടുത്തെ ഈ പ്രൊഫൈൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ പ്രൊഫൈലായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ സ്കില്ല് ഇവിടെ വരും. ഓരോ സ്കില്ലും നിങ്ങൾക്ക് എത്ര സ്കില്ല് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ചിലവർ നിങ്ങൾക്ക് പല സ്കില്ല് ഉണ്ടാവാം. ഇപ്പൊ നേരത്തെ ഒരാൾ പറയണ്ടായിരുന്നു ഡേറ്റ അനലിസ്റ്റ് ആണ്. അപ്പൊ അതിൽ എഴുതിയിട്ടുണ്ട് പൈത്തൺ അറിയാം, SQL അറിയാം, എക്സൽ അറിയാം, പല സോഫ്റ്റ്വെയറുകൾ നിങ്ങൾക്ക് അറിയാം. അതെല്ലാം നിങ്ങൾക്ക് അവിടെ കാണിക്കാം. എന്തൊക്കെ സ്കില്ലുകളാണ് ഉള്ളതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാം കാണിക്കാം. ക്ലിയർ? ഒരു മിനിറ്റ് സമയം തരാം. എല്ലാവരും നിങ്ങളുടേതായ സ്കില്ലുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. സ്കില്ലുകൾ ചെയ്തവർ തംസപ്പ് അടിക്കുക. സ്കില്ലുകൾ ചെയ്തവർ തംസപ്പ് അടിക്കുക. ഒരു ജോബ് റൂമിൽ എല്ലാം കാണിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എത്രയൊക്കെ സ്കില്ലുണ്ടോ ഒക്കെ കാണിക്കാം. ഡെഫിനറ്റ്ലി കാണിക്കാം കേട്ടോ. എത്രയോ സ്കില്ലുകൾ ഉണ്ടോ അതൊക്കെ കാണിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി നിങ്ങളുടെ പ്രൊഫൈലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പൊ ചിലവരുണ്ടാവാം, നിങ്ങൾ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ട് ബന്ധമുള്ളതാണ് നിങ്ങൾക്ക് താല്പര്യം. പക്ഷെ നിങ്ങൾ അതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ സ്കില്ലും മറ്റേ പ്രോഗ്രാമിങ്ങിന്റെ സ്കില്ലായി കഴിഞ്ഞാൽ അതിനൊരു മാച്ച് ഉണ്ടാവില്ല. മനസ്സിലായി? നിങ്ങളുടെ പ്രൊഫൈല് നിങ്ങൾ നോക്കുന്ന ജോബുമായി ബന്ധപ്പെട്ട സ്കില്ലുകളായിരിക്കണം കൂടുതലും കാണിക്കേണ്ടത്. സ്കിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ സ്കില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിലുണ്ടാവാം, അത് സെലക്ട് ചെയ്യാനേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്കില്ല് കൊണ്ട് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അതുമായി ബന്ധപ്പെട്ട സിമിലർ ആയിട്ടുള്ള നിങ്ങൾക്ക് അതിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്. അതിന് ക്ലിയർ? നിങ്ങളുടെ ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടമുള്ള അതിൽ അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. നേഴ്സിംഗ് ജോബ് ആണെങ്കിൽ അതിന് അതുമായി ബന്ധപ്പെട്ടുള്ള സ്കില്ലുകൾ ഉണ്ടല്ലോ. നേഴ്സിംഗ് അതിൻ്റെ ഒരു ടേമുകൾ സെർച്ച് ചെയ്ത് അവിടെ വരുന്നതാണ്. നേഴ്സിംഗുമായി ബന്ധപ്പെട്ടുള്ള പല ടേമുകൾ, എനിക്ക് നേഴ്സുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ ടേമുകൾ അറിയില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ടേമുകളും നിങ്ങൾ ട്രൈ ചെയ്യുക. പല ടേമും ട്രൈ ചെയ്യുമ്പോൾ അത് അവിടെ അവൈലബിൾ ആവും, കിട്ടാം. ക്ലിയർ? ഈ സെഷൻ കണ്ടിട്ട് സ്കില്ല് ആഡ് ചെയ്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ തംസപ്പ് അടിക്കുക. നമ്മുടെ ഈ സെഷനിലൂടെ കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തംസപ്പ് അടിക്കുക. ഓക്കെ, നഫീസ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് നഫീസ്. കുറെ പേര് ചെയ്തിട്ടുണ്ട്. വിജിത നായർ ചെയ്തു. സർ ഐറ്റം ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അതിൽ നിങ്ങൾ ആഡ് ചെയ്തോളൂ ആ സ്കില്ലുകളൊക്കെ കേട്ടോ. നിങ്ങൾക്ക് ആ കാണുന്ന എല്ലാ സ്കില്ലുകളും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതിലതിലുണ്ടായാൽ മതി കേട്ടോ. ആ സ്കില്ല് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആഡ് ചെയ്യാം. അടുത്തത് നിങ്ങൾക്ക് എൻഡോഴ്സ്മെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ അതിന് റെക്കമെൻഡേഷൻ എന്നൊക്കെ പറയും. റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ നിങ്ങളെ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ എൻഡോഴ്സ് ചെയ്യാം. എന്റെ എന്തെങ്കിലും ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ മുഹമ്മദ്, ഇത് നമ്മുടെ ഒരു ലിങ്ക്ഡിനിലുള്ള ഒരു ഫ്രണ്ടാണ്. ഞാൻ ആളുടെ പ്രൊഫൈൽ എടുത്തു. ഒരാളുടെ പ്രൊഫൈൽ എടുത്തിട്ട്, ആള് ടൊറന്റോയിലുള്ളതാണ്, നമ്മുടെ ഒരു സുഹൃത്താണ്. ആളുടെ പ്രൊഫൈൽ എടുത്തിട്ട് മോർമ ക്ലിക്ക് ചെയ്യുക. കണ്ടോ? മോർമ ക്ലിക്ക് ചെയ്താൽ നമുക്കതിൽ 2 ഓപ്ഷൻ കാണാം. ഒന്ന് റെക്കമെൻഡ്, അതുപോലെ റിക്വസ്റ്റ് റെക്കമെൻഡേഷൻ ഉണ്ട്. 2 എണ്ണം കാണാം. റെക്കമെൻഡ് എന്ന് പറഞ്ഞാൽ ആ ആളെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു ഫീഡ്ബാക്ക് ആണ്. ചിലപ്പോൾ ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ചില രീതിയിൽ ചില വർക്കുകൾ അവർ നന്നായിട്ട് ചെയ്യാം.
അപ്പൊ ഞാൻ അവിടെ റെക്കമെൻഡ് ചെയ്യാം. റെക്കമെൻഡ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റർ ഉണ്ട്. അപ്പൊ ആള് നന്നായിട്ട് ഗൂഗിൾ ആഡ് ചെയ്യാനുള്ള ആളാണെങ്കിൽ ഞാൻ അവിടെ പറയും ഈ ആള് നല്ല രീതിയിൽ. അപ്പൊ നമുക്ക് ഇവിടെ റെക്കമെൻഡ് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, റെക്കമെൻഡ് ക്ലിക്ക്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ യു വർക്ക് ദ സെയിം ഗ്രൂപ്പ്, ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സെയിം കമ്പനിയിൽ വർക്ക് ചെയ്തായിരിക്കാം. പൊസിഷൻ അറ്റ് ദാറ്റ് ടൈം ഞാൻ എൻ്റെ പൊസിഷൻ ചിലപ്പോൾ വേണമെങ്കിൽ എന്താണ്, ഇപ്പൊ ഞാൻ ചെയർമാനാണെങ്കിൽ ചെയർമാൻ ആഡ് റെക്കമെൻഡേഷൻ. അപ്പൊ ഞാൻ പറയാം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്, ഹീസ് വെരി ഗുഡ് ഇൻ ഗൂഗിൾ ആഡ്സ്. അതേപോലെ തന്നെ ഒരുപാട് കമ്പനിക്ക് വേണ്ടി ആൾ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്, വളരെ പ്രൊഫഷണൽ ആണ്, നല്ല രീതിയിൽ ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന ഒരാളാണ്, ഐ ഹൈലി റെക്കമെൻഡ് എന്ന് കൊടുക്കാം. അപ്പൊ നമ്മൾ നമ്മളെ ഇപ്പൊ എന്നെ ഒരാൾ റെക്കമെൻഡ് ചെയ്താൽ അത് എനിക്ക് എൻ്റെ പ്രൊഫൈൽ എടുത്താൽ എൻ്റെ പ്രൊഫൈലിലൂടെ ഫോട്ടോമ ക്ലിക്ക് ചെയ്യുക. എൻ്റെ പ്രൊഫൈൽ എടുത്താൽ ഇവിടെ താഴെ കാണിക്കും, റെക്കമെൻഡേഷൻ കാണിക്കും. പ്രൊജക്ട് സ്കില്ല് കണ്ടോ, ഇവിടെ റെക്കമെൻഡേഷൻ കണ്ടോ. ഇതൊക്കെ നമ്മുടെ ഓരോ കുട്ടികൾ നമ്മുടെ അല്ലെങ്കിൽ നമ്മളായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർ നമ്മളെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുപാട് റെക്കമെൻഡേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആള് നല്ല പ്രൊഫഷണൽ ആണ്. ഇപ്പൊ നിങ്ങളുടെ കൊളീഗ്സിന്റെ അടുത്തോ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ അടുത്തോ അല്ലെങ്കിൽ അവരുടെ അടുത്തു നിന്നൊക്കെ നിങ്ങൾ നല്ല റെക്കമെൻഡേഷൻ വാങ്ങുമ്പോൾ, നിങ്ങൾ കോളേജിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ടീച്ചർമാർക്കൊക്കെ ഉണ്ടാവും അക്കൗണ്ട് ഉണ്ടെങ്കിൽ ടീച്ചർമാരോട് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യിപ്പിക്കുക. ടീച്ചറെ നല്ലൊരു ചെയ്ത് തന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്യുക ലിങ്ക്ഡിൻ എന്ന് പറയാം. അപ്പോൾ അവർ പറയും ഓക്കെ ഷീസ് വെരി ഗുഡ്, കോളേജിലൊക്കെ വളരെ ആക്റ്റീവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ റെക്കമെൻഡേഷൻ. അപ്പോൾ ഒരുപാട് പേര് നമ്മളെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു പ്രൊഫഷണൽ ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ നിങ്ങളെ ഞാൻ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഒരാളെ ഇപ്പൊ ഈ പ്രൊഫൈൽ ഞാൻ എടുത്തു, പ്രൊഫൈൽ എടുത്തിട്ട് മോർമ ക്ലിക്ക് ചെയ്യാം, റിക്വസ്റ്റ് റെക്കമെൻഡേഷൻ. എനിക്ക് വേണമെങ്കിൽ ആളോട് നമ്മളൊരു സുഹൃത്തിന്റെ അടുത്ത് പറയാം എന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാമോ എന്ന് ചോദിക്കാം. അപ്പൊ റിക്വസ്റ്റ് റെക്കമെൻഡേഷൻ പോകുമ്പോൾ ആളുടെ ഇൻബോക്സിൽ പോകും. കണ്ട് ഇവിടെ ഒരു മെസ്സേജിങ് ഉണ്ട്, ഇൻബോക്സ് ഉണ്ട്, നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോലെ മെസ്സേജിലൂടെ മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിലേക്ക് ഒരുപാട് പേര് ഇപ്പൊ ഇന്നലെ തന്നെ എൻ്റെ ക്ലാസ്സിലെടുത്ത് ചെയ്തിട്ടുണ്ടാവും, ഹായ് സാർ എന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാമോ, ഉണ്ടാവും വുഡ് യു റൈറ്റ് മി റെക്കമെൻഡേഷൻ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ചിലവർ അയച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആളെ കുറിച്ച് നല്ല രീതിയിൽ അറിയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ എനിക്ക് ആളെ റെക്കമെൻഡ് ചെയ്യാം. ക്ലിയർ ആയോ? നിങ്ങളുടെ നെറ്റ്വർക്കിൽ സോറി നിങ്ങളുടെ കണക്ഷൻസിൽ നിങ്ങൾക്ക് തോന്നാണ് ആരെങ്കിലും എന്തെങ്കിലും സ്കില്ലുകൾ നിങ്ങൾക്ക് എൻഡോഴ്സ് ചെയ്യണം അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് അതുപോലെ റിട്ടേൺ റെക്കമെൻഡേഷൻ കൊടുക്കാം. ഇപ്പൊ എന്നെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ കണക്ഷൻ ആവണം, നമ്മൾ നെറ്റ്വർക്കിൽ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നിങ്ങളുടെ നെറ്റ്വർക്കിലുള്ള ഒരാളുടെ പ്രൊഫൈൽ എടുക്കുക, മോർമ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരാളെ നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യുക, നല്ലതാണ് കേട്ടോ. ആ ഫ്രണ്ടിനോട് നിങ്ങൾ ചെയ്യുന്ന നല്ലൊരു കാര്യമാണ് ആളെ റെക്കമെൻഡ്. നിങ്ങൾക്ക് തോന്നുന്നത് ഇപ്പൊ ചിലവരുണ്ടാവും, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ചില ഡിസൈനർമാരുണ്ടാവാം, ട്രെയിനർമാരുണ്ടാവാം, ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ ഞാൻ പറയും ഹീസ് എ ഗുഡ് പ്രൊഫഷണൽ ആണ്, കമ്മിറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ആളെ റെക്കമെൻഡ് ചെയ്യാം. അത് അത്ര നല്ല സർവീസ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആർക്ക് ഞാനൊരു മിനിറ്റ് സമയം തരാം, നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ റെക്കമെൻഡ് ചെയ്യാം. എന്താണ് റെക്കമെൻഡ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് റിക്വസ്റ്റ് റെക്കമെൻഡേഷൻ, അത് എവിടെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലായവർ തംസപ്പ് അടിക്കുക. മനസ്സിലായവർ തംസപ്പ് അടിക്കുക. ഗുഡ്. നയൻത് പോയിന്റ് എന്താണ്? എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത് തന്നെ റെക്കമെൻഡേഷൻ ആണ് കേട്ടോ. അതിലെന്താണ് ഡൗട്ട്? ഡൗട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാനാണോ, പ്രൊഫൈൽ എടുത്തിട്ട് കാണിച്ചു തരാനാണോ? എന്താണ് ഡൗട്ട്? ക്യാൻ യു പ്ലീസ് ഗോ ടു സ്ലൈഡ് 9th പോയിന്റ് എന്ന് ചോദിച്ചിരിക്കണം. നഫീസിന് ഡൗട്ട് ഉണ്ടോ? അത് ക്ലിയർ ആയോ? നഫീസിന് എന്തെങ്കിലും പർട്ടിക്കുലർ ഡൗട്ട് ഉണ്ടെങ്കിൽ, ഡൗട്ട് ഇല്ലേ? ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, വെരി ഗുഡ്.
നിങ്ങൾ പേടിക്കേണ്ട, ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. വീണ്ടും നിങ്ങൾക്ക് കാണാനും ചെയ്യാനൊക്കെ പറ്റും. എഡ്യൂക്കേഷൻ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്, അത് എല്ലാം ഇവിടെ ആഡ് ചെയ്യുക. ഞാൻ ചിലവരുടെ പ്രൊഫൈൽ കാണാറുണ്ട്, അവർ ഡിഗ്രി PG ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അവർ ഇട്ടിരിക്കുന്നത് എന്തെങ്കിലും ഡിപ്ലോമ എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ മാത്രമായിരിക്കും ആഡ് ചെയ്തിട്ടുള്ളത്. എല്ലാ എഡ്യൂക്കേഷനും, അത് ഞാൻ പറഞ്ഞത്, ഒരു നിങ്ങളുടെ റെസ്യൂമാണ്. അപ്പോൾ ഒരു റിക്രൂട്ടർ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ കൃത്യമായിട്ട് അപ്ഡേറ്റഡ് ആണോ, നിങ്ങൾ അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പരിഗണിക്കും. അപ്പം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ്, ഡിഗ്രി എന്തൊക്കെയാണോ ഉള്ളത്, അത് നിങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യുക. കഴിഞ്ഞവർ തംസപ്പ് പഠിക്കുകയാണ്. അവിടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, കണ്ടോ? എഡ്യൂക്കേഷനിൽ നിങ്ങൾക്ക് എല്ലാം ആഡ് ചെയ്യാം. ഓക്കെ, ഏത് സ്കൂളിലാണ് പഠിച്ച്, ഏത് ഡിഗ്രിയാണ്, ഏതൊക്കെയാണ് സ്റ്റഡി, എന്താണ് ഇയർ, എന്താണ് അവസാനിച്ച്, എത്ര ഗ്രേഡ് കിട്ടി, ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഡിസ്ക്രിപ്ഷൻ എന്താണ്, സ്കിൽ എന്താണ്, ആഡ് മീഡിയ, ഡോക്യുമെന്റ്, പ്രസന്റേഷൻ. നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഈച്ച് ആൻഡ് എവ്രിതിങ് നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷൻ ഈ ഭാഗത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അങ്ങനെ കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ സമയം എടുക്കുന്ന പ്രോസസ്സാണ്. ഇവിടെ നിങ്ങൾക്ക് അതിനെ ആഡ് ചെയ്യാം. ക്ലിയർ? എനി ഡൗട്ട്? ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനി ഡൗട്ട്? വെരി ഗുഡ്. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ആണ് സർട്ടിഫിക്കേഷൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഗൂഗിൾ ആഡ്സിന്റെ സർട്ടിഫിക്കേഷൻസ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഗൂഗിൾ അനലിറ്റിക്സിന്റെ സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ട്, ഹബ് സ്പോട്ടിന്റെ സർട്ടിഫിക്കേഷൻസ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇപ്പൊ ഒരു അക്കൗണ്ടന്റ് ആണെങ്കിൽ നിങ്ങൾ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട പലതരം സർട്ടിഫിക്കേഷൻസ് എടുത്തിട്ടുണ്ടാവും. ഇപ്പൊ നേഴ്സിംഗ് ആണെങ്കിൽ നിങ്ങൾ ഡിഗ്രിയോ അല്ലെങ്കിൽ PG നേഴ്സിംഗ് പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് കൂടാണ്ട് വേറെ പല മേഖലയിലും സർട്ടിഫിക്കേഷൻസ് എടുത്തിട്ടുണ്ടാവാം അല്ലെ? ചെറിയ ചെറിയ സർട്ടിഫിക്കേഷൻസ്, അതും നിങ്ങൾ എന്ത് ചെയ്യുക, ലൈസൻസസ് ആൻഡ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഭാഗത്ത് കൊണ്ടുപോയി നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യാം, നിങ്ങളുടെ സർട്ടിഫിക്കേഷൻസ്. ഓണർ ആൻഡ് അവാർഡ്സ്, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റും ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻസ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും ഇതുവരെ ഓക്കെ ആണോ? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറെ ഭാഗങ്ങളാണ് കഴിഞ്ഞ കേട്ടോ. നിങ്ങൾക്കായാലും കുറെ ഐഡിയ കിട്ടും, അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കഴിഞ്ഞത്. ഓക്കെ, അതാണ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗം. അതുപോലെ എന്തെങ്കിലും പ്രൊഫഷണൽ ലൈസൻസ് ഉണ്ടെങ്കിൽ, ഈ പ്രൊഫഷണൽ ലൈസൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും, ഇപ്പൊ പലതരം ലൈസൻസുകൾ അവൈലബിൾ ആണ്. അപ്പൊ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഈ ലൈസൻസ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് കണ്ട, ഇവിടെ ഏറ്റവും മുകളിൽ ആഡ് പ്രൊഫൈൽ സെക്ഷൻ ഉണ്ട്. അവിടെ ചെന്നിട്ട് വേണം നിങ്ങൾക്ക് ഇവിടെ ആഡ് ഫീച്ചേർഡ് ഉണ്ട്, ആഡ് ലൈസൻസ് ഉണ്ട്. കണ്ടോ, ഇവിടെ ആഡ് ലൈസൻസ് ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ലൈസൻസുകൾ കിട്ടിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണിക്കാം. ക്രെഡൻഷ്യൽ ID കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇതെല്ലാം നല്ലതാണ്. ക്ലിയർ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ലൈസൻസ് ആഡ് ചെയ്യുന്നത് ഇപ്പൊ തന്നെ ആഡ് ചെയ്യുക. ആഡ് പ്രൊഫൈൽ സെഷൻ ചെന്നിട്ട് നിങ്ങളുടെ ഹെഡറിൽ പ്രൊഫൈൽ സെഷൻ ചെന്നിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യുക. ആരെങ്കിലും എന്തെങ്കിലും ലൈസൻസ് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ഇതിന് മുന്ന് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് തംസപ്പ് പഠിക്കാമോ? ഇതിന് മുന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ ലൈസൻസ്, ഇപ്പൊ പലതരത്തിലുള്ള, ഇപ്പൊ നമ്മളിപ്പോ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ലൈസൻസുകളുണ്ട്, അല്ലെങ്കിൽ ഒരു ഡോക്ടറാണ്, പ്രാക്ടീസ് ചെയ്യണം, പലതരത്തിലുള്ള ലൈസൻസുകളുണ്ട്. നമുക്കതൊക്കെ ഇവിടെ കൃത്യമായിട്ട് ഇമേജ് സഹിതം നമുക്ക് ചെക്ക് ചെയ്യാൻ ഇടാം. മറ്റുള്ളവർക്കായാലും ചെക്ക് ചെയ്യാൻ ഇടാൻ കാണാൻ പറ്റും നമ്മളൊരു ഒതന്റിക് പേഴ്സൺ ആണ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും.
അല്ലെങ്കിൽ ഇപ്പോൾ പൈലറ്റുമാർ അവരുടെ ലൈസൻസ് കാര്യങ്ങൾക്ക് അപ്പോൾ ഒരു റിക്രൂട്ടർ നോക്കുമ്പോൾ അവർക്ക് എല്ലാ പ്രൊഫൈലും ചെക്ക് ചെയ്യാൻ ഒരു ക്ലിയർ ആയിട്ട് മെസ്സേജ് കിട്ടും. വോളണ്ടിയർ എക്സ്പീരിയൻസ്, നിങ്ങൾ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും വോളണ്ടിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സോഷ്യൽ എൻഗേജ്മെന്റ്, സോഫ്റ്റ് സ്കിൽ, ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ കാണിക്കാം. ഇതൊക്കെ എല്ലാ തരത്തിലുള്ള പ്രൊഫൈൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം. കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് കാര്യങ്ങൾ കിട്ടും. അക്കോംപ്ലിഷ്മെന്റ്, നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും അവാർഡ്സുകളോ ഓണേഴ്സുകളോ, അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തപ്പോൾ നിങ്ങൾ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്ത് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ തന്നെ അവർക്ക് അറിയാൻ പറ്റും നിങ്ങൾ നല്ലൊരു പെർഫോമർ ആണെന്ന്. ആ പെർഫോമർ ആയത് അപ്പൊ തന്നെ നിങ്ങൾക്കൊരു വാല്യൂഡ് ആണ് ആ കമ്പനി. നല്ല പെർഫോമർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ ഒരു ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്ത് എന്ന് പറഞ്ഞ അവാർഡ് കിട്ടിയത്. അതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണിക്കാം. അതാണ് അക്കോംപ്ലിഷ്മെന്റ്സ് നിങ്ങൾക്ക് ശരിക്കും കാണിക്കാം. എന്തെങ്കിലും പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എന്തെങ്കിലും പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണിക്കാം. ഞാനിവിടെ ഒരു വലിയ പ്രൊജക്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. കണ്ടോ? നിങ്ങൾക്ക് ഇവിടെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്ലസ് അടിച്ചു കഴിഞ്ഞാൽ ആഡ് ചെയ്യാം പ്രൊജക്റ്റ് നെയിം. ഇപ്പം നിങ്ങൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക ഇന്ന പ്രൊജക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു, അല്ലെങ്കിൽ HR മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു. പലതരത്തിലുള്ള പ്രൊജക്റ്റുകൾ ചെയ്യാം അല്ലേ? ഇപ്പം നേഴ്സിംഗ് ആണെങ്കിൽ നിങ്ങൾ ഇന്ന ടാസ്കുകൾ ചെയ്തു, എന്തൊക്കെ പ്രൊജക്റ്റുകൾ ചെയ്തു, അല്ലെങ്കിൽ എന്തൊക്കെ സ്കില്ലുകൾ ഉപയോഗിച്ചു, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫോട്ടോസുകൾ, വീഡിയോസുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് കാണിക്കാം. ആഡ് കണക്ഷൻസ് ഹു കോൺട്രിബ്യൂട്ടഡ് പ്രൊജക്ട്, അതായത് ചിലപ്പോൾ നിങ്ങൾ 2-3 പേര് കൂടിയിട്ടായിരിക്കും ആ പ്രൊജക്ട് ചെയ്തേക്കുന്നത്. അവരുടെ പേരൊക്കെ നിങ്ങൾക്കിവിടെ എന്ത് ചെയ്യാം, കോൺട്രിബ്യൂട്ടറിൽ ആഡ് ചെയ്യാം. ക്ലിയർ? ഇതും ഇതെല്ലാം ഞാൻ പറഞ്ഞ നമ്മുടെ റെസ്യൂം കാണിക്കുന്നതിനേക്കാളും ഒരുപാട് ഇൻഫോർമേഷൻസ് വളരെ പ്രൊഫഷണലി. ഇപ്പൊ നിങ്ങൾ ഒരു ഫുൾ ഡേ എന്നിട്ട് നിങ്ങൾ ഓരോ ഭാഗവും വളരെ ഭംഗിയിൽ ഇതൊക്കെ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വൺ ടൈം ആക്ടിവിറ്റി ആണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും പുതിയ സ്കില്ലുകളൊക്കെ വരുമ്പോൾ അപ്ലോഡ് ചെയ്താൽ, പക്ഷെ ഒരു ബേസിക് സ്ട്രക്ചർ ചെയ്യുക എന്ന് പറയുന്നത് വൺ ടൈം ആക്ടിവിറ്റി ആണ്. പക്ഷെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ഉണ്ട്. അത് എന്നും നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിനെ തന്നെ, അല്ലെങ്കിൽ നല്ലൊരു ജോബൊക്കെ കിട്ടാന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. നിങ്ങളുടെ കരിയർ തന്നെ മാറ്റും. CV ആഡ് ചെയ്യണ്ടേ? CV ആഡ് ചെയ്യണ്ടേ എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. CV നിങ്ങൾ ഡോക്യുമെന്റ് ആണോ? CV ഡോക്യുമെന്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. CV ഡോക്യുമെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തതിനേക്കാളും പ്രൊഫഷണൽ മെത്തേഡാണ് CVയിലുള്ള ഓരോ ഭാഗങ്ങളും ലിങ്ക്ഡിനിലുള്ള ഓരോ ഭാഗത്തേക്ക് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് ഡോക്യുമെന്റ്സുകളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം. പക്ഷെ CV ഇതിൽ കൊണ്ട് ആരും അപ്ലോഡ് ചെയ്യുന്ന അത്ര ഒരു പ്രൊഫഷണൽ മെത്തേഡ് അല്ല. കാരണം ആ CVയിലുള്ളത് ഓരോ ഭാഗത്തേക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഇടുക എന്നുള്ളതാണ്. കാരണം ഒരു റിക്രൂട്ടർ നോക്കുന്നത് അവരൊരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ വെച്ച് ഓരോ ആപ്ലിക്കേഷൻ ഓരോ സ്കില്ലുകൾ കൃത്യമായിട്ട് ഉണ്ടനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ ഒരു കമ്പനി ആൾക്കാരെടുക്കുന്ന 10,000-5,000 പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അതിനൊരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ടാവാം. ആ സിസ്റ്റം യൂസ് ചെയ്തിട്ടായിരിക്കും അവരത് ചെയ്യുക. അപ്പോൾ ആ കൃത്യ സിസ്റ്റത്തിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്താലാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. മീഡിയ അറ്റാച്ച്മെന്റ്, അതായത് നിങ്ങളുടെ കമ്പനിയുടെ എന്തെങ്കിലും വീഡിയോസുകളോ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും എക്സ്പീരിയൻസിന്റെ വീഡിയോസുകളോ, പ്രൊഫഷണലായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തേക്കുന്ന കാര്യങ്ങളോ, നിങ്ങൾക്ക് ഇവിടെ വീഡിയോ ലിങ്ക് ഇടാം. ആഡ് മീഡിയ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വീഡിയോസ് ഇടും. ഇപ്പം ഞാൻ തന്നെ എൻ്റെ പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു യൂട്യൂബിൽ എൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ എടുത്തിട്ട് ഞാനിവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ട, ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഫീച്ചർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇവിടെ ആഡ് പോസ്റ്റ്, ആഡ് ആർട്ടിക്കിൾ, ആഡ് മീഡിയ ഒക്കെ ഉണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് ഇടാം. ഇപ്പൊ ഞാനിപ്പോൾ ആഡ് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പോസ്റ്റിന് തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഫീച്ചേർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഫീച്ചർ ഉണ്ടോ, ഫീച്ചർ ക്ലിക്ക് ചെയ്താൽ, ഫീച്ചറിൽ ക്ലിക്ക് ചെയ്താൽ സാധനം ഫീച്ചേർഡ് എന്ന് പറഞ്ഞ റിമൂവ് ഫീച്ചർ മാറ്റാം. കണ്ടോ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഫീച്ചേർഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പോസ്റ്റുകൾ ഉണ്ട്. അപ്പൊ എനിക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോസ്റ്റ് മാത്രം വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, ഫീച്ചറിലിടാം. അപ്പൊ ഈ ഫീച്ചർ ഒരു പ്രൊഫൈൽ എടുത്തു നോക്കുമ്പോൾ അത് മാറും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഒരു ആഡ് പോസ്റ്റ് കൊടുത്തു. ആഡ് പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പലതരത്തിലുള്ള, കണ്ടോ, എൻ്റെ ഇതിന് മുന്നത്തെ എല്ലാ പോസ്റ്റുകളും ഇതിൽ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നാണ് ഏത് പോസ്റ്റാണ് എനിക്ക് ഫീച്ചർ ആക്കി ഇടണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇതാണ് ഫീച്ചർ ആക്കി ഇടണമെങ്കിൽ എനിക്ക് ഇത് വേണമെങ്കിൽ ഫീച്ചർമ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇപ്പൊ എൻ്റെ ഓൾറെഡി കണ്ട ഒരു ഫീച്ചർ ആക്കി ഇരിക്കുന്നത് മാറാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അടുത്തെടുക്കുന്നു.
എനിക്ക് ഇതിനെ വേണമെങ്കിൽ ഫീച്ചറാക്കി എടുക്കണമെങ്കിൽ അതിനെ ഫീച്ചറാക്കി എടുക്കാം. ഓക്കെ, അതുപോലെ ഇതൊരു ഉണ്ടോ നമ്മുടെ ഏതെങ്കിലും ഫോട്ടോസ് കാര്യങ്ങൾ, ഇതാണ് എനിക്ക് ഫീച്ചറാക്കി എടുക്കണമെങ്കിൽ ഇത് ഫീച്ചറാക്കി എടുക്കാം. ഞാൻ രണ്ട് ഇതൊക്കെ ഫീച്ചറിൽ വരും. ഇവിടെ തന്നെ ഇത് കാണിക്കും. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പോസ്റ്റുകളോ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങളൊരു നല്ല രീതിയിൽ പോസ്റ്റുകളൊക്കെ ഇടുമല്ലോ, പോസ്റ്റുകൾ ഇടുമ്പോൾ അത് ഫീച്ചർ എന്ന് പറഞ്ഞ സെലക്ഷനിൽ നിങ്ങൾ ഇട്ടുതരാം. അപ്പൊ പ്രൊഫൈൽ എടുത്തു നോക്കുമ്പോൾ ആ പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് ആൾക്കാർ ശ്രദ്ധിക്കും. ഇത് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്നത് നല്ലതുമാണ്. എന്താണ് ഫീച്ചർ എന്ന് മനസ്സിലായോ? നിങ്ങളുടെ ഏതെങ്കിലും പോസ്റ്റുകൾ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഫീച്ചറാക്കി ഇടാമോ? ഫീച്ചറാക്കി ഇടാണെങ്കിൽ ഞാനിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടി പറഞ്ഞു തരാം. ഫീച്ചേഴ്സ് മസ്റ്റ് ആണോ എന്ന് ചോദിച്ചേക്കുന്നത്. ഇതൊന്നും മസ്റ്റ് അല്ല, ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അല്ല, ഇങ്ങനെ ചെയ്താലും മസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല കേട്ടോ. ഇപ്പൊ ആഡ് പോസ്റ്റ്, ആഡ് മീഡിയ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ വീഡിയോസുകൾ ഇടാം. അതാണ് ആഡ് മീഡിയ ഇടുന്നത്. അപ്പൊ നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ നിങ്ങൾക്ക്, ഇപ്പൊ ഞാനൊരു ബാച്ച് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പോഡ്കാസ്റ്റിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്, അപ്പൊ വേണമെങ്കിൽ ഇതിനെ എനിക്ക് ഫീച്ചറാക്കി ഇടാം. അപ്പോൾ ഒരാൾ എടുത്ത് നോക്കുമ്പോൾ അവർക്കറിയാം ആൾ കൊള്ളാം, പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, കണ്ട ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലാസ് റൂമിലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വീഡിയോസ്. അപ്പം ഇത് എടുക്കുമ്പോൾ ഇത് ഒരാൾക്ക് എടുത്തു നോക്കുമ്പോൾ പറയാൻ പറ്റും നമ്മളിതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് എന്നുള്ളൊരു ഫീൽ കിട്ടും. ക്ലിയർ ആയോ? ആരെങ്കിലും ഏതെങ്കിലും പോസ്റ്റ് ഒന്ന് ഫീച്ചർ ആക്കി ഇടാൻ പറ്റുമോ? ആക്കി ഇട്ടതിന് ശേഷം ഡൺ അടിക്കുക. ഫീച്ചർ ആക്കി ഇട്ടതിന് ശേഷം ഡൺ അടിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതല്ല, ഇൻട്രസ്റ്റ്. നിങ്ങൾ ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്യാൻ നോക്കുന്നത് ആ കമ്പനീനെ ഫോളോ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഇപ്പൊ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളുണ്ട്, അവിടെ പോയി ജോയിൻ ചെയ്യുക. അപ്പൊ അവിടെ പലതരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ കാണാൻ പറ്റും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ സെർച്ചിൽ പോയി ക്ലിക്ക് ചെയ്യുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗ്രൂപ്പ്സ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെർച്ച് ചെയ്താൽ മതി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെർച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് ഇവിടെ ടോപ്പിൽ കാണാൻ പറ്റും ഗ്രൂപ്പ്സ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പ്സിൽ ക്ലിക്ക് ചെയ്യുക. കണ്ട, ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്ത്യ 37,000 മെമ്പർ ഉള്ളതാണ്. അതുപോലെ തന്നെ 77,000 മെമ്പർ ഉണ്ട്. ഇതിലൊക്കെ ഞാനിതിൽ ജോയിന്റ് ആണ്, അതുകൊണ്ടാണ് എനിക്ക് അതിലുള്ള പോസ്റ്റുകൾ കാണാൻ പറ്റും. ഇപ്പൊ ഇതിൽ കണ്ട 2 മില്യൺ മെമ്പേഴ്സ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ജോയിൻ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് എടുത്ത് നോക്കാം. ഗ്രൂപ്പ് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. പക്ഷെ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അവർ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. അവർ പറയും ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാന്ന് പറയും. മിക്ക കമ്പനിക്കാരും നിങ്ങളുടെ പ്രൊഫൈലും അതുമായി മാച്ച് ആണെങ്കിൽ അവർ നിങ്ങൾ ജോബ് ചെയ്യും. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും, പലതരത്തിലുള്ള അപ്ഡേറ്റ്. ഇതൊക്കെ ഞാൻ കണ്ട വ്യൂ പോസ്റ്റ്, ഇതിലൊക്കെ ഞാൻ മെമ്പറാണ്. കണ്ട, ആക്റ്റീവ് ഗ്രൂപ്പാണ്, ഞാൻ മെമ്പറാണ്. അപ്പൊ ഇതിലുള്ള ഓരോ മെമ്പർമാരും ഓരോന്നും എടുക്കണ്ട, ഒരു ജോബൊക്കെ ഇട്ടേക്കണോ, ജോയിൻ അവർ ടീം ആസ് എൻ എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ്. അപ്പൊ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ജോബ് ആണെങ്കിൽ അതിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് അതിലിങ്ങനെ കാണാം. കേട്ടോ, അപ്പൊ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ കമ്പനിക്കാർക്കും ഡിജിറ്റൽ മാർക്കറ്റർ വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നേഴ്സിനാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളുണ്ട്, പ്രൊഫഷണൽസ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻഫോസിസ് എന്ന് പറയുന്ന കമ്പനിയിലേക്കാണ് ജോബ് നോക്കണമെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻഫോസിസ് എന്ന് പറയുന്ന അവരുടെ കമ്പനിയുടെ പേജ് ഉണ്ടാവാം, ആ കമ്പനിയുടെ പേജിനെ ഫോളോ ചെയ്യുക. ഏത് കമ്പനിയിലാണോ നിങ്ങൾ വർക്ക് ചെയ്യാൻ നോക്കുന്നത് ആ കമ്പനിക്ക് ലിങ്ക്ഡിനിൽ പേജ് ഉണ്ടോ നോക്കാം. നല്ല പ്രൊഫഷണൽ കമ്പനി ആണെങ്കിൽ ലിങ്ക്ഡിനിൽ പേജ് ഉണ്ടാവും. അവരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യുമ്പോൾ ആ കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അതുപോലെ തന്നെ ആ കമ്പനിയുടെ പേജ് എടുത്ത് നോക്കുക. പേജ് എടുത്ത് കഴിയുമ്പോൾ ഇവിടെ കാണാൻ പറ്റും, കണ്ട 10,000+ എംപ്ലോയീസ് ഉണ്ട്. നിങ്ങൾക്ക് ആ അവിടെ വർക്ക് ചെയ്യുന്നവരായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസ് കാണാം. അവരെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, അവർക്ക് മെസ്സേജ് വിടാം. അവിടെ ആരെങ്കിലും HR ഒക്കെ വർക്ക് ചെയ്തതിന് HR കണക്ട് ചെയ്യാം.
അവരിടുന്ന പോസ്റ്റുകൾ ലൈക്ക് കമന്റ് ഒക്കെ ചെയ്യുക, അവരായിട്ടൊന്ന് ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുക. അപ്പോൾ അവർ നിങ്ങൾ തിരിച്ച് അവർ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്യും, നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. ഇപ്പം നിങ്ങളിപ്പോൾ ദുബായിലേക്കാണോ ജോബ് നോക്കാൻ പോകണം, അപ്പോൾ ദുബായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യുക. അതുപോലെ ദുബായിൽ ഇങ്ങനത്തെ നിങ്ങൾ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കമ്പനികൾ ഉണ്ടാവാം അല്ലേ. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ അവിടുത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസ് ഒക്കെ ഉണ്ടാവും, അവർക്ക് ഇതേപോലെ പേജ് ഉണ്ടാവും. ആ പേജിൽ അവരുടെ കമ്പനിയിലെ എംപ്ലോയീസ് ഉണ്ടാവാം, അവരെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അവരായിട്ട് കണക്ഷൻസ് ഉണ്ടാക്കി ആ കമ്പനിയുടെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഇങ്ങനെ നിങ്ങൾക്ക് അതിനെ കണക്ട് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആണ് വേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ സെർച്ചിൽ പോവാ, ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് അടിക്കുക. ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് അടിച്ചിട്ട് ഇവിടെ ഓപ്ഷൻ ഉണ്ട്, പീപ്പിൾ എന്നുണ്ട് കണ്ടോ, പീപ്പിൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വരും, അവർ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഇതാണ് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഫോളോ ഈസ് ഡിഫറെന്റ്. ഇപ്പൊ ഇതിൽ നിങ്ങൾ ഫോളോ ആണ് വന്നിരിക്കുന്നത്, കണക്ഷൻ വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പ്രൊഫൈൽ എടുക്കുക, അതിന്റെ ന്യൂ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിന്റെ മോറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും കണക്ഷൻസ്. ഇപ്പൊ മുസ്കാൻ വിറ്റാൽ, അപ്പൊ ഇതിന്റെ മോറിൽ ക്ലിക്ക് ചെയ്യുക. മോറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും കണക്ട്, കണ്ടോ. മോറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണക്ട് എന്നുണ്ടാവാം. ചിലവർക്ക് മോറിൽ ക്ലിക്ക് ചെയ്യാൻ തുടക്കം തന്നെ ഇവിടെ കണക്ട് എന്ന് കാണിച്ചിട്ടുണ്ടാവാം കേട്ടോ. ഇങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളവർ നിങ്ങളെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക, മോറിൽ ക്ലിക്ക് ചെയ്യുക, കണക്ട് അടിക്കുക. അതാണ് ഫോളോ ഈസ് ഡിഫറെന്റ്, കണക്ഷൻ ഈസ് ഡിഫറെന്റ്. കണക്ട് ചെയ്താലാണ് നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് തോന്നാണ് കൊച്ചിയിലുള്ളവരെയാണ് കണക്ട് ചെയ്യുന്നത്, ഇവിടെ ലൊക്കേഷൻ ഉണ്ട്, ഇവിടെ ലൊക്കേഷൻ നിങ്ങൾ കൊച്ചി കൊടുക്കുക. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യും. അതിൻ്റെ കൂടെ ഷോ റിസൾട്ട് അടിച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് കൊച്ചിയിലുള്ളവരെ വരാം കണ്ടോ. ഇത് കൊച്ചി, ഇതൊക്കെ കൊച്ചിയിലുള്ളവരാണ് വരാ കണ്ടോ. ഇത് കൊച്ചിയാണ്, എറണാകുളം ഡിജിറ്റൽ മാർക്കറ്റർ, അവരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ആരെന്തോ ഡൗട്ട് ചോദിച്ചത്, ആരോ ഡൗട്ട് ചോദിച്ചു. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്ന് മനസ്സിലായല്ലോ, എങ്ങനെയാണ് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളായാലും ഇപ്പൊ നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തു അല്ലെ, കണ്ട ഇതുപോലെ നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് അപ്പൊ അവർക്ക് അറിയാൻ പറ്റും ആരൊക്കെയാണ് അവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ആരെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും, കണ്ട പ്രൊഫൈൽ വ്യൂവേഴ്സ് 407 പേര് എന്റെ പ്രൊഫൈൽ ഇപ്പൊ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ആരൊക്കെയാണ് ചെക്ക് ചെയ്തതെന്ന് എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആ പ്രൊഫൈൽ വ്യൂമ ക്ലിക്ക് ചെയ്താൽ മതി. പ്രൊഫൈൽ ലാസ്റ്റ് 90 ഡേയ്സിലാണ് എനിക്ക് ഇത്ര വന്നിരിക്കുന്നത്, 407 പേര് എന്റെ പ്രൊഫൈൽ കണ്ടു. ഇനി എനിക്ക് അറിയണം ലാസ്റ്റ് 28 ഡേയ്സിൽ എത്ര പേരെന്ന് കാണിച്ചാൽ ഷോ റിസൾട്ട് അടിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ലാസ്റ്റ് 28 ഡേയ്സിൽ എനിക്ക് 282 പേര് എന്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അത് ആരൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റും കണ്ടോ. ഒരുപാട് പേര് നമ്മുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ടുണ്ട്, അത് ആരൊക്കെയാണെന്നുള്ളത് എനിക്കിവിടെ കാണാം കണ്ടോ. കുറെ പേര് നമ്മൾക്ക് അയച്ചിട്ടുണ്ട്, ഞാൻ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യണം. കുറെ പേര് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഒരാളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ അവരും ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലുകളൊക്കെ ചെക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും കമ്പനിയുടെ HR-നെയൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യുക, അവരുടെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ തിരിച്ചും ചെക്ക് ചെയ്യാം. അപ്പൊ എവറി ഡേ നിങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും ലിങ്ക്ഡിനിൽ എന്ത് ചെയ്യുക, ആക്റ്റീവ് ആവുക. നിങ്ങൾക്കത് ഗുണം ചെയ്യും. നല്ല പ്രൊഫൈൽ ഇടുക, നല്ല പോസ്റ്റുകൾ ഇടുക, അതേപോലെ നല്ല നല്ല കണക്ഷൻ നിങ്ങളുടെ നെറ്റ്വർക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. ലിങ്ക്ഡിൻ ഗ്രൂപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു, എങ്ങനെയൊക്കെയാണ് ലിങ്ക്ഡിൻ ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞ. ഗ്രൂപ്പിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഇടാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ മാർക്കറ്ററിന്റെ ഗ്രൂപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, ഐ ആം ലുക്കിംഗ് ഫോർ എ ചേഞ്ച്, ഐ നീഡ് എ ജോബ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ആ രീതിയിൽ ചെയ്യാൻ പറ്റും. നെറ്റ്വർക്ക് ബിൽഡിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞു, എങ്ങനെയാണ് കണക്ഷൻസ് ബിൽഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ മേഖലയിലുള്ളവർ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആണ്, ഇപ്പൊ നേരത്തെ പറഞ്ഞു ആരോ നേഴ്സ് എന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ആ പർട്ടിക്കുലർ നേഴ്സ് സപ്പോസ് UK പോകാനാണ് നോക്കണമെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അപ്പം അറിയാൻ പറ്റും UK മലയാളി നേഴ്സുമാരെ നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ പോയിട്ട് കണക്ട് ചെയ്യാം. അവരെ പോയിട്ട് കണക്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ട് അങ്ങനെ നിങ്ങൾക്ക് കണക്ഷൻസ് ബിൽഡ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ദുബായിലാണ് ജോബ് നോക്കണമെങ്കിൽ ദുബായിലുള്ളവരായിട്ട് കണക്ട് ചെയ്യാൻ, ദുബായിലുള്ള കമ്പനികളെ ഫോളോ ചെയ്യാൻ, അവർ HR-മാർ നോക്കാം. നിങ്ങൾ ഏത് ലൊക്കേഷനിലേക്കാണോ വേണ്ട, എന്ത് തരം ബിസിനസ് ഉണ്ടോ അങ്ങനെയുള്ളവരായിരിക്കണം നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതും. അങ്ങനെയുള്ളവരുടെ പ്രൊഫൈലാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോഴാണ് അവർ തിരിച്ചതുപോലെ ചെക്ക് ചെയ്യൂ. ക്ലിയർ ആണോ? ഇതുവരെ എല്ലാവർക്കും ക്ലിയർ? പറയൂ പ്ലീസ്, ചാറ്റിൽ എന്തെങ്കിലും മറുപടി പറയൂ. ഓക്കെ,
ഗുഡ്, വെരി ഗുഡ്. കീവേഡ് ഒപ്റ്റിമൈസേഷൻ, അതായത് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട, ഇപ്പൊ നിങ്ങൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആണെങ്കിൽ നിങ്ങളുടെ എബൌട്ടിലായാലും ശരി, എവിടെയായാലും ശരി, നിങ്ങൾ എന്ത് ചെയ്യണം? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ടേം ഉപയോഗിക്കണം. ക്ലിയർ ആയോ? എബൌട്ട് ആയാലും എവിടെയായാലും. ഇപ്പൊ നേരത്തെ ഒരാൾ നേഴ്സ് എന്ന് പറഞ്ഞു, അപ്പൊ നേഴ്സ് എന്ന് പറഞ്ഞ ടേം നിങ്ങളുടെ ഹെഡ്ലൈനിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ വരണം, ആ കീവേഡ് വരണം കേട്ടോ. അപ്പൊ ചിലരുണ്ടോ, ഞാൻ മെഡിക്കൽ പ്രാക്ടീസ്, അങ്ങനെയല്ല, കറക്റ്റ് എന്താണ് ടൈം, അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ അക്കൗണ്ടന്റ് ആണ്, അങ്ങനത്തെ ടേമുകൾ നിങ്ങൾ ഉപയോഗിക്കണം. അതാണ് കീവേഡ് ഒപ്റ്റിമൈസേഷൻ. അപ്പൊ ആരെങ്കിലും ലിങ്ക്ഡിനിലൊക്കെ അങ്ങനത്തെ കീവേഡുകളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലും ടോപ്പിലേക്ക് വരും. ഓപ്പൺ ടു വർക്ക് ഫീച്ചർ, നിങ്ങൾ ഇപ്പോൾ ഇതിലുള്ള വേറൊരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. നിങ്ങൾക്ക് അതിൽ ചെയ്യാം. അപ്പൊ ഇതിൽ ആരെങ്കിലും ജോബ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്പൺ ടു ഫീച്ചർ എന്ന് പറഞ്ഞ സെക്ഷൻ കാണാം. ഇവിടെ കണ്ടോ ഓപ്പൺ, ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ടു ക്ലിക്ക് ചെയ്യാം. ഓപ്പൺ ഹയറിംഗ് അല്ലെങ്കിൽ ഓപ്പൺ ടു വർക്ക് എന്ന് പറഞ്ഞൊരു ഫീച്ചർ വരും. കണ്ടോ, ഇവിടെ ഉണ്ട് ഓപ്പൺ ടു വർക്ക് എന്നുണ്ടോ? ഓപ്പൺ ടു വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണിക്കുക ഓപ്പൺ ഓൺ സൈറ്റ്, ഓപ്പൺ ടു വർക്ക് എന്ന് കൊടുക്കാം. ഞാനിത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈലിൽ ഓപ്പൺ ടു വർക്ക് വരും. അപ്പൊ ഇവിടെ നിങ്ങൾ ചിലവരെ കണ്ടിട്ടുണ്ടാവും, ഇവിടെ ഇങ്ങനെ ഓപ്പൺ ടു വർക്ക് എന്ന് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അപ്പൊ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ അവർക്ക് അറിയാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ അതിന്റെ ഒരു സാമ്പിൾ കാണിച്ചു തരാം. ഓപ്പൺ ടു വർക്ക് ലിങ്ക്ഡിൻ കണ്ടോ, ഇതേപോലെ ഇരിക്കും. കണ്ടോ? അല്ലെങ്കിൽ ഇവിടെ കണ്ടോ ലിങ്ക്ഡിൻ, ഇവിടെ കണ്ടോ, ഇത് ഇതേപോലെ വരും. കണ്ടോ, ഇവിടെ ഇങ്ങനെ കാണിക്കും. അപ്പൊ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ ഇതിൽ ആരെങ്കിലും ജോബ് നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എല്ലാം അങ്ങനെയുള്ള ഒരു ഓപ്പൺ ടു വർക്ക് എന്ന് പറഞ്ഞ ഫീച്ചർ എനേബിൾ ചെയ്യാമോ? ഓപ്പൺ ടു വർക്ക് എന്ന് പറഞ്ഞ ഫീച്ചർ എനേബിൾ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞവർ തംസപ്പ് അടിക്കുക. വെരി ഗുഡ്. ടാഗ് ഉപയോഗിക്കാൻ കുഴപ്പമില്ല. ആക്ടിവിറ്റി ആൻഡ് പോസ്റ്റ്, അതായത് നിങ്ങൾ റെഗുലർ ആയിട്ട് നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ഇടുന്നത് പോലെ ലിങ്ക്ഡിനും നിങ്ങൾക്ക് പോസ്റ്റുകൾ ഇടാം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഈ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കാണ്. അവിടെ പോയി നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നുള്ള പോസ്റ്റുകളായിരിക്കും ഇടരുത്. നിങ്ങളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോസുകൾ ഇടാം. ഇപ്പൊ ആരെങ്കിലും ഇന്നൊരു ക്ലയന്റിനെ മീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ഇന്ററാക്ഷൻസ് നടത്തി, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പോസ്റ്റുകളായിരിക്കണം ഇടേണ്ടത്. അല്ലാണ്ട് ഇതൊരു എന്റർടൈൻമെന്റ് പോലെ ഇടരുത്. മറ്റേ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിൽ ഇടുന്ന അതേ പോസ്റ്റുകൾ കൊണ്ട് ഇവിടെ ഇടരുത് കേട്ടോ. പോസ്റ്റുകൾ ഇടാം. പോസ്റ്റുകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് അവരെ ടാഗ് ചെയ്യാം, അതേപോലെ തന്നെ അവരെ മെൻഷൻ ചെയ്യാം. അപ്പം മറ്റുള്ളവർ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ 2 ദിവസം മുന്നേ നമ്മുടെ സ്റ്റാഫിനെ കുറിച്ചിട്ടുള്ള ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. ഇവിടെ എനിക്ക് കാണാൻ പറ്റും, ഷോ ഓൾ പോസ്റ്റ് എന്ന് കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. വരട്ടെ, ലോഡ് ആവട്ടെ. കണ്ടോ, ഞാൻ ഈ പോസ്റ്റ് ഇട്ടു. നമ്മുടെ ഓഫീസിലുള്ള 2 ട്രെയിനർമാരാണ്. ഒന്ന് ഷൈന എന്ന് പറഞ്ഞു, വിജി എന്ന് പറഞ്ഞു, ഒരാൾ പൈത്തന്റെ ആണ്, ഒരു ഡാറ്റ അനലിസ്റ്റിന്റെ ആണ്. അപ്പൊ ഞാൻ അവരെ നമുക്ക് ഇതുപോലെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ കുറിച്ചൊരു കമന്റ് ഒക്കെ എഴുതി. അതേപോലെ എനിക്ക് വേണമെങ്കിൽ അവരെ ടാഗ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഷൈന എന്ന് ക്ലിക്ക് ചെയ്ത് നേരെ ഷൈനയുടെ പേജിലേക്ക് പോകും. അവർക്ക് നല്ല റീച്ച് കിട്ടും. ഇപ്പൊ ഞാൻ നിങ്ങളെല്ലാവരും ഞാൻ ഇപ്പൊ എനിക്ക് നിങ്ങൾ കണക്ഷൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടല്ലോ. അയച്ചത് കൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരും ഞാൻ ടാഗ് ചെയ്തൊരു പോസ്റ്റ് ഇടാം കേട്ടോ. ഞാൻ ലാസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്.
പോസ്റ്റ് ഇടാം. അപ്പം ഒരുപാട് പേര് ആ പോസ്റ്റിൽ ടാഗിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ വ്യൂ ചെയ്യും. കാരണം എനിക്കൊരു 20,000+ ഫോളോവർ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനത് എൻ്റെ പോസ്റ്റ് ഇടാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി റീച്ച് കാര്യങ്ങൾ കിട്ടും. അപ്പം അതാണ് ടാഗിങ് എന്ന് പറയാം. അപ്പം നിങ്ങൾക്കായാലും എന്തെങ്കിലും അങ്ങനത്തെ ടാഗിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പോസ്റ്റ് ഇട്ട് ടാഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ മറ്റുള്ളവർ ഒരുപാട് പേര് കാണും. അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ എഡിറ്റ് പോസ്റ്റ് ഉണ്ട്. ഒന്നുമില്ല, നോർമലി നിങ്ങൾ എങ്ങനെയാണോ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ ചെയ്യുന്ന പോലെ ഇവിടെ ടാഗ് ചെയ്യണമെങ്കിൽ @ അടിക്കുക. അപ്പം എന്നെ ടാഗ് ചെയ്യണമെങ്കിൽ ജിറ്റോ ജോസ് അടിച്ച് ഇവിടെ വരും കണ്ടോ. അപ്പം ഇതുപോലെ ഇങ്ങനെ വരും. വേണമെങ്കിൽ അത് കളയാം. അതുപോലെ കമ്പനിയിൽ നിങ്ങൾക്ക് ടാഗ് ചെയ്യാം. ഇപ്പം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്. നിങ്ങൾക്ക് ടാഗ് ചെയ്യണമെങ്കിൽ ടാഗ് ചെയ്യും. ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു. ഇപ്പം നിങ്ങളിപ്പോൾ എന്നെ ടാഗ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു, ജിറ്റോ ജോസ് ക്ലാസ് അറ്റൻഡ് ചെയ്തു, ഞാൻ CEO ആൻഡ് ഫൗണ്ടർ ഓഫ് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്. അപ്പോൾ CEO ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് നിങ്ങൾക്ക് ഇതുപോലെ ടാഗ് ചെയ്യാം. ക്ലിയർ ആയ? അതാണ് ടാഗിങ് എന്ന് പറയുക. അപ്പൊ നിങ്ങൾ പോസ്റ്റുകളൊക്കെ ആയാലും ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുക, ആക്റ്റീവ് ആവുക. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുക, പോസ്റ്റ് ഇടുക. അപ്പൊ ഞാൻ ഈ വർക്ക്ഷോപ്പ് കഴിയുമ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക്ഷോപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് ഇടാം. ആ പോസ്റ്റിൽ ഇപ്പം നിങ്ങൾ കണക്ട് ചെയ്ത് എനിക്ക് കണക്ഷൻ റിക്വസ്റ്റ് അയച്ചവരൊക്കെ ഞാൻ എന്ത് ചെയ്യും, അതിൽ കണക്ട് ചെയ്യാം, അതിൽ ടാഗ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി അപ്പോൾ ഒരുപാട് പേര് നിങ്ങളുടെ പ്രൊഫൈൽ കാണും. ഫീച്ചേർഡ് സെഷൻ ഞാൻ ഓൾറെഡി കാണിച്ചതാണ്. യൂസ് ഫീച്ചേർഡ് സെഷൻ ടു ഷോക്കേഴ്സ് പോർട്ട്ഫോളിയോ പ്രൊജക്ട്സ് ഓർ മീഡിയ മെൻഷൻ. പ്രധാനപ്പെട്ട നിങ്ങളുടെ എന്തെങ്കിലും പോസ്റ്റുകൾ അല്ലെങ്കിൽ നല്ല റീച്ചുള്ള പോസ്റ്റുകളോ അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ കാണിക്കേണ്ട പ്രധാനപ്പെട്ട പോസ്റ്റുകൾ നിങ്ങൾക്ക് ഫീച്ചേർഡ് പൊസിഷനിൽ കാണിക്കാം. നല്ലതാണ്. ഞാൻ നേരത്തെ കാണിച്ചു ടാഗ്, എൻഗേജ് ആൻഡ് റെസ്പോണ്ട് റെഗുലർലി. നമ്മുടെ ലിങ്ക്ഡിനിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ എല്ലാ ദിവസവും ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ ഒരുപാട് സോഷ്യൽ നെറ്റ്വർക്ക്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, വേസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇവിടെ ചെയ്യുന്ന ഓരോന്നും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മറ്റുള്ളവരുടെ നിങ്ങളുടെ കളീഗ്സിൻ്റെ എന്തെങ്കിലും പോസ്റ്റുകളൊക്കെ ഇട്ട് അതിന് ലൈക്ക്, കമന്റ് ഇടുക. അപ്പോൾ ആൾക്കാർ നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യും, ധാരാണോ ചെക്ക് ചെയ്തൊക്കെ. നിങ്ങൾ ആക്റ്റീവ് ആയിട്ടിരിക്കുക, ആരെങ്കിലും ടാഗ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഇന്ററാക്ട് ചെയ്യാൻ. ഇപ്പം നിങ്ങൾ ഒരാളുടെ കമന്റ് ഇട്ടു, ആ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ വേണമെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ പ്രൊഫൈൽ വ്യൂസ് കൂട്ടുക, എൻഗേജ്മെന്റ് ചെയ്യുക. നിങ്ങളായാലും ഫോട്ടോസുകൾ ഇട്ടുകൊണ്ടിരിക്കുക, പുതിയ നെറ്റ്വർക്ക് എല്ലാ ദിവസവും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളും ആക്റ്റീവ് ആയിട്ട് ഇന്ന് തന്നെ ചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾ റിസൾട്ട് കിട്ടില്ല. എല്ലാ ദിവസവും ഇങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്താലാണ് നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് കിട്ടുക. ഓക്കെ, നമ്മുടെ കോഴ്സിനെ കുറിച്ചിട്ടാണ്. അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയോ എല്ലാവർക്കും? അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയോ? പറഞ്ഞോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്യുകയാണെങ്കിൽ ഞാനൊരു ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്ത ലിങ്ക്ഡിനിൽ ഞാൻ അത് തരാം. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യാം. എല്ലാവരും പ്ലീസ് വീഡിയോ ഓൺ ചെയ്താൽ ഞാനൊരു ഫോട്ടോ എടുക്കാം. വീഡിയോ ഓൺ ചെയ്യൂ പ്ലീസ്, എല്ലാവരും പ്ലീസ്. ഞാൻ നല്ലൊരു ഇതെടുക്കാൻ ലിങ്ക്ഡിനിലൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്കായി നല്ലൊരു റീച്ച് കിട്ടും. എല്ലാവരും പ്ലീസ്. ഇത്ര പേരുള്ളൂ. ഞാൻ ഫോട്ടോ എടുക്കാൻ പോവാണ്. ഇനി ആരെങ്കിലും വീഡിയോ ഓൺ ചെയ്യാനും ചെയ്തോളൂ. നിങ്ങൾക്ക് ആ ലിങ്ക്ഡിനിലൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരു ലിങ്ക്ഡിൻ വർക്ക്ഷോപ്പ് അറ്റൻഡ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും കേട്ടോ. അജിലിന്റെ ക്ലിയർ ആവണില്ല. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളുടെ ഇത് ചെയ്യാം. അടുത്ത നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിന്റെ ഉണ്ട്. സർട്ടിഫിക്കറ്റിന്റെ ഞാൻ ലിങ്ക് തരാം. ആ ലിങ്ക് നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യാം.
പോസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പം തന്നെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ എനിക്കൊരു ചെറിയൊരു ഫേവർ ചെയ്യാം. എല്ലാവരും എനിക്കൊരു ഗൂഗിൾ റിവ്യൂ ഇട്ട് തരാം കേട്ടോ. എല്ലാവരും പ്ലീസ്, അതൊരു ചെറിയ റിക്വസ്റ്റാണ്. ഞാൻ റിവ്യൂവിൻ്റെ ലിങ്ക് ഇപ്പോൾ തരാം. എല്ലാവരും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം കേട്ടോ. ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യാം, എന്നെ മെൻഷൻ ചെയ്തോളൂ. ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നെ മെൻഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചാറ്റിൽ ഇതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഗൂഗിൾ റിവ്യൂവിന്റെ. എല്ലാവരും ഒരു റിവ്യൂ ഇടാം പ്ലീസ്. എല്ലാവരും പ്ലീസ് നല്ലൊരു റിവ്യൂ തരാം. റിവ്യൂ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ്റെ ലിങ്ക് അയച്ചു തരാം കേട്ടോ. എല്ലാവരും ഒരു റിവ്യൂ ഇടാം. റിവ്യൂ ഇട്ട് കഴിഞ്ഞവർ നിങ്ങൾ എഴുതിക്കോളൂ. എന്തെങ്കിലും എഴുതി കഴിഞ്ഞവർ ഡൺ അടിക്കുക. അപ്പം ഞാൻ എല്ലാവർക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഗൂഗിൾ ഫോം അയച്ചു തരാം. അത് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. അജിലെ ചോദിച്ചോളൂ. അജി ഡൗട്ട് ചോദിച്ചോളൂ കേട്ടോ. അജിലെ ഡൗട്ട് ചോദിച്ചോളൂ. അജിലെ ഡൗട്ട് ചോദിക്കാം കേട്ടോ. ചാറ്റിൽ ചോദിച്ചോളൂ. ചാറ്റിൽ ചോദിച്ചോളൂ. എല്ലാവരും റിവ്യൂ ഇടുക. റിവ്യൂ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അപ്പം തന്നെ നിങ്ങൾക്ക് ഇത് തയ്ച്ചു തരാം. എല്ലാവരും പ്ലീസ് റിവ്യൂ ഇട്ടവർ ഡൺ അടിക്കുക. വാട്ട് ടു ഡു ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് മിനിറ്റ്സ് ടു സമ്മൺ നെയിം ലിങ്ക്. ഓക്കെ, ഫസ്റ്റ് കണക്ഷൻ, സെക്കൻഡ് കണക്ഷൻ, തേർഡ് കണക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് കണക്ഷൻ എന്ന് പറയുന്നത് നമ്മളായിട്ടുള്ള കണക്ഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ആ ആളുടെ സെക്കൻഡ് കണക്ഷൻ, അതായത് നമ്മുടെ നെറ്റ്വർക്കിലുള്ള ആളുടെ ഫ്രണ്ട് ആയിരിക്കും എന്നാണ് അർത്ഥം. തേർഡ് എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്വർക്കിലുള്ള ആളുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് എന്നാണ് അർത്ഥം. അതാണ് തേർഡ് കണക്ഷൻ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഞാൻ HR സ്റ്റുഡൻ്റ് ആണ്. ഞാൻ എക്സ്പീരിയൻസിൽ എന്താണ്? HR സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ജോബില്ല, അപ്പൊ എക്സ്പീരിയൻസ് ഇല്ല, ഫ്രഷറാണ്. അത് നിങ്ങൾ ഹെഡ്ലൈനിൽ കാണിച്ചാൽ മതി. ഹെഡ്ലൈനിൽ കാണിക്കണം, മനസ്സിലായോ? ബാനറിൽ പേര് കൊടുക്കേണ്ടതുണ്ടോ? നിങ്ങൾ ബാനറിൽ നിങ്ങളുടെ പേര് കൊടുത്തോ, നല്ലതാണ്. പേരിനേക്കാളും ഇമ്പോർട്ടൻസ് ആണ് നിങ്ങളുടെ എന്താണ് പ്രൊഫൈലിനുള്ളത് കേട്ടോ. പേര് കൊടുത്തോ, കൊടുക്കുന്നതുകൊണ്ട് മോശമൊന്നുമില്ല. ഓക്കെ, റിവ്യൂ ഇട്ടവർ ഒന്ന് ഡൺ അടിക്കാമോ? എല്ലാവരും ഒരു റിവ്യൂ ഇട്ട് തരണേ പ്ലീസ്. നിങ്ങൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇനി ഞാൻ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഇത് ഇട്ടിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. ഫോം ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ തന്നെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ തന്നെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും.